Holy Spirit, we thank you, Master. We thank you, Master. Jesus. We thank you, Master. രാത്രി പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലേക്കും കയറുന്നതിന് മുമ്പ് വ്യക്തിപരമായി ഞാൻ വചനത്തിലും നിന്നല്ല പറയുന്നത്, ജീവിതത്തിൻ്റെ ഇതിനകത്തെ ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരാളോടല്ല, ഒരാളോടാണ് സംസാരിക്കുന്നത്. ഐ നോ ഹു ഈസ് ഹി. ജീവിതത്തിൽ ഒരു വിക്ടിം റോളിൽ നീ നിന്നെ നിർത്തരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളോട് പറയുവാൻ പറയും. ഒരു വിക്ടിം റോളിൽ നീ നിൽക്കരുത്. മാതാപിതാക്കളും നീയും കൂടെ നിൽക്കുമ്പോൾ നീ ഒരു ഇരവാദം, സഹോദരങ്ങളുടെ ഇടയിൽ നീ ഒരു ഇരവാദം, എവിടെയൊക്കെയോ നീ ഉപദ്രവിക്കപ്പെട്ടു, ആരൊക്കെയോ നിന്നെ മാറ്റി നിർത്തി, ആരൊക്കെയോ നിന്നെ തള്ളിക്കളഞ്ഞു, നിനക്ക് ലഭിക്കേണ്ടതൊക്കെ മാറ്റിക്കളഞ്ഞു എന്ന് എവിടെയോ നീ തിരസ്കരണത്തിൻ്റെ വേദനകളിൽ എവിടെ നിന്നൊക്കെ ഓടി മാറുവാൻ പ്രാവിനെ പോലെ 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൂരത്ത് മരുഭൂമിയിലെങ്ങും പോയി ഇനി ഒരിക്കലും ആരുടെയും കണ്ണിൽ പെടുകയില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും അങ്ങ് ഒതുങ്ങി ഒഴിഞ്ഞ് വല്ലാതെ ഒരു വിക്ടിം റോള് നിന്നെ അലട്ടുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നോ നോ നോ, നീ അതിൽ നിന്ന് പുറത്തു വരണം, നീ അതിൽ നിന്ന് പുറത്തു വരണം, നീ അതിൽ നിന്ന് പുറത്തു വരണം. ദൈവ യോബിന്റെ അടുക്ക പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ പുരുഷനെ പോലെ കരമുറുക്കും. നീ നോവ് കിട്ടിയ ഒരു സ്ത്രീയെ പോലെ നടുവിന് കൈ കൊടുത്ത് ഒതുങ്ങരുത്. നിന്നെ ആരൊക്കെ ഒതുക്കി, നീ ഇവിടെ നിന്ന് എത്തേണ്ടതല്ല, നിന്നെ കുറിച്ച് വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ ഏതുകൊണ്ടോ ഒക്കെ നീ ഒതുങ്ങിപ്പോയി എന്ന് വെറുതെ കരുതരുത്. നോ, രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കൽ ആ ഇരവാദത്തിൽ നിന്ന് മാറി നിൽക്കാൻ പരിശുദ്ധാത്മാവ് പറയും. ജീസസ്, ഇത് നിന്റെ പൊട്ടൻഷ്യൽ, നിനക്കുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന് നിന്നെ വല്ലാതെ മാറ്റുകയാണ്. ഇന്ന് നീ കടന്നു പോകുന്ന ചില ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റിയിൽ നീ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അവസാനത്തിലും ദൈവം നമുക്ക് സെക്കൻഡേ തരത്തുള്ളൂ. ഇതിൻ്റെ അവസാനത്തിലും ദൈവം നമുക്കൊന്നും അങ്ങനെ ദൈവം തരത്തില്ലല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ വേദനയോടെ നിന്നോട് പറയുന്നു, ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. നിന്റെ അധരങ്ങൾ തുറന്ന് നീ ഒത്തിരി സ്വയവിമർശനങ്ങൾ പറയുക, സ്വയകുറ്റപ്പെടുത്തലുകൾ പറയുക, സ്വയപരാജയങ്ങളെ നീ ഒത്തിരി ഉയർത്തിപ്പിടിക്കുക. എവിടെയോ ചില മുറിവുകൾ നിന്റെ അകത്തുണങ്ങാതെ കിടക്കും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ, യൗവനക്കാര, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ആ മോഡിൽ ഇനിയും തുടരരുത്.
അത് നിന്നെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. നീ പലതിലും സ്റ്റക്കായി പോവുകയാണ്. കുളിക്കാൻ കയറിയാൽ സോപ്പിട്ട് പകുതിയാകുമ്പോൾ പോലും നിന്നെ ചിന്തകൾ കയറി ഇങ്ങനെ ലോക്ക് ചെയ്യുക. നീ സ്റ്റക്കാവുക. നിന്റെ മുമ്പിൽ ഒരു പക്ഷേ യൂട്യൂബോ ടിവിയോ ഒക്കെ ഓൺ ആയിരുന്നാൽ പോലും നിന്റെ മൈൻഡ് അതിൽ പോകാതെ നിന്റെ മൈൻഡ് വേറെ ഒരിടത്തേക്ക് പോവുകയാണ്. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നോ, ഇനിയും അങ്ങനെ മൂവ് ചെയ്യരുത്, ഇനിയും അങ്ങനെ മൂവ് ചെയ്യരുത്. തിരിഞ്ഞു വാ. നീ നിന്നെ തന്നെ ഒരു വില്ലൻ റോളിലേക്ക് കൊണ്ടു നിർത്തും. ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നീ പറ. ഞാൻ വചനത്തിൽ നിന്നൊന്നുമല്ല, ഞാൻ പ്രായമുള്ളവരുടെ അടുക്കലുമല്ല, കുഞ്ഞുങ്ങളുടെ അടുക്കലാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറ, ഞാൻ ആരാ മോൻ, ഞാൻ ആരാ മോൻ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കിയിട്ട് പറയാം, അവനൊക്കെ ആരാ. ഇന്ന് രാത്രി നീ നിന്നെ തന്നെ പറ, ഞാൻ ആരാ. കിട്ടവൻ പണിയൊന്നും കേൾക്കത്തില്ലല്ലേ. ഞാൻ ആരാ മോൻ. ഒന്ന് പറ, ഞാൻ ആരാ. എന്നെ തോപ്പിക്കത്തില്ല. ജീസസ്. നീ ആ ഡിപ്രസീവ് മോഡിൽ നിന്ന് മാറി ഒരു ഡിഫെൻസീവ് മോഡിലേക്ക് കയറ്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ വിഷയത്തിലും ദൈവം ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എനിക്ക് ഇതൊക്കെ തരത്തുള്ളൂ. ഇതിനകത്തും ദൈവം എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നീ പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ അകത്തു കിടക്കുന്ന ഒരു വല്ലാത്ത തോന്നലുണ്ട്. വലിച്ചു എറി അതിനെ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഞാൻ ഒറ്റ വ്യക്തിയോടാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് കയറുകയാണ് നമ്മൾ. ഈ ദിവസങ്ങളിൽ ഇന്നലെ, ഇന്നും, നാളെയും മറ്റന്നാളും യബ്ബേസിന്റെ പ്രാർത്ഥനയിൽ, ജാബേസ് പ്രയറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെയിൽ നാം പ്രാർത്ഥിച്ചു, ബ്ലസ് ഇൻ വേർഡ് അല്ല, ബ്ലസ് ഇൻ ഡീഡ്. ആമേൻ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദിനവൃത്താന്തങ്ങളുടെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അധുർ വിസ്താരമാക്കണം. മതി. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ബ്ലസ് മീ ഇൻ ഡീഡ്. രണ്ടാമതായി പറയുകയാണ്, എൻലാർജ് മൈ ടെറിട്ടറി. എൻ്റെ അതിരുകളെ വിശാലമാക്കണം. ഇന്ന് രാവിലെ അതിര് വിശാലമാക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുകയുണ്ടായി. ഒന്ന്, യുദ്ധങ്ങളിൽ കൂടെ അതിർ വിശാലപ്പെടണം. ഇന്ന് രാവിലെ പറഞ്ഞ ഭാഗത്തെ ഞാനൊന്ന് തൊട്ട് അടുത്തതിലേക്ക് കയറുകയാണ്. യോസേഫിനെ 2 മക്കളെയും ഗോത്രപിതാക്കന്മാരോടുകൂടെ ചേർത്ത് നിർത്തി, മനശ്ശെയും എഫ്രൈമും. യാക്കോബ് പറഞ്ഞു, നാളെ എന്ന് അവകാശങ്ങൾ ഇടുമ്പോഴും രൂബേൻ, ശിമയോൻ, നഫ്താലി, ദാൻ, ഗാദ്, ആശേർ എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ നീ മനശ്ശെ, എഫ്രൈം, ബെന്യാമിൻ എന്ന് പറയണമെന്ന്. പക്ഷേ യോശുവ കനാനിൽ അവകാശം കൊടുത്തപ്പോൾ മനശ്ശെക്കും എഫ്രൈമിനും കൊടുത്തില്ല. പകരം അവർക്ക് യോസേഫ് എന്ന് പറഞ്ഞ് ഒറ്റ ചീട്ടിട്ട് ഒറ്റ അവകാശം കൊടുത്തു. വാസ്തവത്തിൽ ഇവർ 2 ഗോത്രങ്ങളാണ്. ഇവർക്ക് എന്തേ കൊടുത്തുള്ളൂ? ഒരു ഗോത്രത്തിൻ്റെ അവകാശമേ കൊടുത്തുള്ളൂ. 14-ാം വാക്യം, യോശുവ 17:14. യോശുവ 17:14. അനന്തരം യോസഫിന്റെ മക്കൾ യോശുവയോട്, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളൊരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഒരു ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. നീ ഞങ്ങൾക്ക് നൽകിയത് ഒരു നറുക്കേ നൽകിയുള്ളൂ. വാസ്തവത്തിൽ മനശ്ശെയ്ക്കൊരു നറുക്കും എഫ്രൈമിനൊരു നറുക്കും നൽകേണ്ടതായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. യോസെഫ് എന്നുള്ള ഒറ്റ പേരിൽ ഒരു നറുക്കേ നീ തന്നുള്ളൂ. നീ ചെയ്തത് ശരിയായില്ല. ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചു, അനുഗ്രഹത്തിൻ്റെ 2 തലങ്ങളുണ്ട്. ഒന്ന് വർധനവാണ്, 2 വിശാലതയാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഇനി അത് ആവർത്തിക്കുന്നില്ല. സ്തോത്രം. യോസെഫിൻ്റെ മക്കൾ പറയുന്നു, ഞങ്ങൾ വർദ്ധിക്കപ്പെട്ടു, പക്ഷെ ഞങ്ങൾക്ക് വിശാലത ആവശ്യമാണ്. യോശുവ
നീ ഞങ്ങൾക്ക് 2 നറുക്കിടേണ്ടതായിരുന്നു, പക്ഷേ നീ 1 നറുക്കേ ഇട്ടുള്ളൂ. നീ ഞങ്ങൾക്ക് 2 ഓഹരി തരേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ 1 ഓഹരിയെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് വിശാലപ്പെടണം. യോശുവ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്ക് 2 നറുക്കും നിങ്ങൾക്ക് 2 ഓഹരിയും വീഴേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് തന്നില്ല. കാരണം വിശാലതയെക്കുറിച്ച് ഒരു വെളിപ്പാട് ഞാൻ ജനത്തിന് കൈമാറുവാൻ പോവുകയാണ്. അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലമെടുത്തുകൊള്ളുവിൻ. നിനക്ക് വിശാലത വരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? മല്ലന്മാരുടെ ദേശത്ത് ചെന്ന് കാടുവെട്ടണം. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, മല്ലന്മാരുടെ ദേശത്ത് ചെന്ന് കാടുവെട്ടാൻ ഒരുക്കമുണ്ടെങ്കിൽ വിശാലത നിനക്കുള്ളതാ. മല്ലന്മാരുടെ ദേശത്ത് ചെന്ന് കാടുവെട്ടണം. യെസ്, എന്ന വേടാവ് യോശുവ പറയുന്നത്, മല്ലന്മാരുടെ ദേശത്ത് ചെന്ന് നീ കാടുവെട്ട്, നീ വിശാലത പ്രാപിക്കും. 2025 ദൈവമേ, ഒരു യുദ്ധവും വരല്ലേ, ഒരു പോരാട്ടവും വരല്ലേ, ഒരു പ്രതികൂലവും വരല്ലേ എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടിയാൽ നീ ഇരിക്കുന്നിടത്തിരിക്കും. പക്ഷേ 2025 തുറക്കട്ടെ, നമുക്ക് മല്ലന്മാരുടെ ദേശത്ത് ചെന്ന് കാടുവെട്ടാം. ജീസസ്, മല്ലന്മാരുടെ ദേശത്ത് ചെന്ന് കാടുവെട്ടാം. ഇതാ വാഗ്ദത്തം. ആമേൻ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് ചിറകിന്റെ നിഴലിലും തൂവലിന്റെ മറവിലും നിന്നെ ഒതുക്കി കൂട്ടി ഒരിടത്ത് വെക്കും. നോ 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 നോ. ആമേൻ. ഒരു കോഴി കുഞ്ഞായിരിക്കുമ്പോൾ ചിറകിനകത്തും തൂവലിനകത്തും ഇരിക്കാൻ കഴിയും. പക്ഷേ അതൊരു വർഷം കഴിഞ്ഞ് പിന്നെയും ചിറകിന്റെ കീഴിൽ കയറി ഇരുന്നാൽ ഇത് ചിറകിന്റെ അകത്ത്, ചിറകിന്റെ കീഴിലോ തൂവലിന്റെ മറവിലും ഇരിക്കേണ്ട സീസൺ അല്ല പെന്തക്കോസിന്. പകരം മല്ലന്മാരുടെ ദേശത്ത് ചെന്ന് കാടുവെട്ടേണ്ടിയ സീസൺ ആകുന്നു. അപ്പോ ഈ യോസെഫിന്റെ മക്കള് തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, നീ പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ജനത്തിന് അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒക്കെയും ഞങ്ങൾക്ക് ഈ സ്ഥലം പോരാ, പക്ഷെ ഞങ്ങൾ വിശാലപ്പെടാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ ഉണ്ട്? ഇരുമ്പ് രഥമുണ്ട്. എന്നാൽ അതിൻ്റെ 18-ാം വാക്യം, മനനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നുവെങ്കിലും നിങ്ങൾ അതിനെ വെട്ടിത്തെളിക്കണം. അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. നിനക്ക് 2 നിയോഗങ്ങളെ കൈമാറുകയാ. വെട്ടേണ്ടതിനെ വെട്ടണം, നീക്കേണ്ടതിനെ നീക്കണം. 2 വാക്കുകളാണ് യോശുവ അവിടെ പറയുന്നത്. നീ വെട്ടിയാൽ വിശാലത പ്രാപിക്കും, നീ നീക്കിയാൽ വിശാലത പ്രാപിക്കും. ഈ 2024 അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനം കയറിക്കോ. ചില ദേശാന്തകാര ശക്തികളെ വെട്ടിക്കളയാനോ, ചില പൈശാചിക പോരുകളെ നീക്കിക്കളയാനോ, വെട്ടിക്കളഞ്ഞ് നീക്കിക്കളയുന്നവന് വിശാലതകളെ ദൈവം നൽകും. വെട്ടുക, നീക്കുക, വിശാലത പ്രാപിക്കുക. ഹോളി സ്പിരിറ്റ്, വെട്ടി നീക്കി വിശാലത പ്രാപിക്കുക. ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചു, പെരിസ്യർ, കനാന്യർ അവർ ഇരുമ്പ് കൊണ്ട് രഥം ഉണ്ടാക്കി. പക്ഷേ അവർക്ക് ഇരുമ്പ് കൊണ്ട് കോടാലി ഉണ്ടാക്കി, ഇരുമ്പ് കൊണ്ട് വാക്കത്തി ഉണ്ടാക്കി. ആ കാട് വെട്ടാൻ അറിയത്തില്ലായിരുന്നു. ലോകത്തിൻ്റെ മല്ലന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ചിലത് ഈ 2025 ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കുമെന്നോ. കാട് വെട്ടി, വെട്ടേണ്ടത് വെട്ടി, നീക്കേണ്ടത് നീക്കി നീ വിശാലത പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ദാൻ തുടങ്ങി ബേർശേബ വരെ ദാവീദിന്റെ അതിരുകൾ വിശാലപ്പെട്ടോ. ആമേൻ. അവന്റെ നിരന്തരമായ യുദ്ധത്തിൽ കൂടെ. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കയറുന്നു. വിശാലതയുടെ 2ാമത്തെ ഭാഗം. ആമേൻ. ഞാനത് വചനം വായിക്കാതെ തന്നെ ഭാഗം പറഞ്ഞു പോകാം, സമയം വേഗത്തിൽ പോകുന്നല്ലോ. സ്തോത്രം. ആമേൻ. ഈ തിരുവെഴുത്തിൽ ഏറ്റവും അധികം വിശാലത പ്രാപിച്ച ഒരു ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലാണ് വിശാലത സംഭവിച്ചത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം അവനുള്ളതൊക്കെയും ഇരട്ടിയായി
കൊടുത്തു എന്ന് പറയുകയാണ്. ഇയ്യോബിൻ്റെ നല്ല കാലത്ത് ഒരു മനുഷ്യൻ ഇയ്യോബിൻ്റെ വീടിൻ്റെ വഴിയിൽ കൂടെ പോയി. 10-20 വർഷം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പിന്നെയും ഇയ്യോബിൻ്റെ വഴിയിൽ കൂടെ പോയ വഴിക്ക് കൂടെ ഉണ്ടായിരുന്ന ആളുടെ അടുക്ക പറഞ്ഞു, പണ്ടിവിടെ ഒരു പണക്കാരൻ ഉണ്ടായിരുന്നു, കുറേ ആടൊക്കെ ഉണ്ടായിരുന്നു, 10,000 ആടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ആൾ ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ വേറെ ഏതോ വലിയ ബംഗ്ലാവ് വെച്ചേക്കുന്നു, ഭയങ്കര ഫാമൊക്കെ പണിതേക്കുന്നു. വേറെ ആരെങ്കിലും മാർവാടികൾ വല്ലതും വന്ന് അക്വയർ ചെയ്ത് ഇതങ്ങ് പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയിൽ ഇപ്പുറത്തിരുന്ന ആൾ പറഞ്ഞു, അങ്ങനെയല്ല, ആ പഴയ ഇയ്യോബ് തന്നെയാണ് ഇത്രയും വിശാലപ്പെട്ടിരിക്കുന്നതെന്ന്. ജീസസ്, ആമേൻ. ഇയ്യോബിൻ്റെ അടുക്കൽ ചെന്ന്, ഇയ്യോബേ, താങ്കളെ ഇത്ര വിശാലപ്പെടുത്തിയത് എന്തെന്ന് ചോദിച്ചാൽ ഇയ്യോബ് ഒരൊറ്റ മറുപടി പറയും, ഞാൻ കഷ്ടതയുടെ ദിനരാത്രങ്ങളിൽ കൂടി കടന്നുപോയി, അതാണ് എന്നെ ഇരട്ടിയാക്കിയത്, എൻ്റെ അതിരുകളെ വിശാലമാക്കിയത്. ആടുകൾ, മാടുകൾ, ഒട്ടകങ്ങൾ എല്ലാറ്റിനെയും ദൈവം ഇയ്യോബിന് ഇരട്ടി കൊടുത്തു. ഇരട്ടി കൊടുക്കാതിരുന്നത്, ഇനിയും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ മക്കൾ പോയി, കൂട്ടുകാർ പോയി, ദാസീദാസന്മാർ പോയി, ഇടയന്മാർ പോയി, എല്ലാവരും പോയി. ഇവരെല്ലാം ഇയ്യോബിന് ആരായിരുന്നെന്നറിയാമോ? സപ്പോർട്ടായിരുന്നു. ഒരാളെ മാത്രം ദൈവം എടുത്തില്ല. ആരെയാണെന്നറിയാമോ? കുത്തുവാക്ക് പറയുന്ന ഭാര്യ. സ്തോത്രം. ഇയ്യോബ് പലപ്പോഴും ഒരുപക്ഷെ ചിന്തിച്ചാണ്, ദൈവമേ ഇയ്യോബ് ചിന്തിച്ചില്ല, എന്നോട് ക്ഷമിക്കണേ. നിങ്ങൾക്ക് മനസ്സിലായി എന്തുവാ ചിന്തിച്ചതെന്ന്. ഇനി ഞാൻ അത് പറയുന്നില്ല. ആമേൻ. ഇനി ഇയ്യോബിന് എല്ലാം ഇരട്ടി കൊടുത്തു. പക്ഷെ മക്കളെ കൊടുത്തപ്പോൾ പിന്നെയും 7ഉം 3ഉം മാത്രമേ കൊടുത്തുള്ളൂ. എന്താ ദൈവം അത് മാത്രം കൊടുത്തേ? മക്കളെ അങ്ങോട്ട് ഇരട്ടി കൊടുക്കേണ്ടിയല്ലായിരുന്നോ? നോ. നിത്യതയിൽ ചെല്ലുമ്പോൾ ഇയ്യോബിന് എത്ര മക്കളുണ്ട്? 14 ആൺപിള്ളാരും 6 പെൺപിള്ളാരും ഉണ്ട്. സ്തോത്രം. അപ്പം നിത്യതയുടെ ദർശനത്തിൽ നോക്കുമ്പോൾ കുടുംബത്തെയും ദൈവം ഇയ്യോബിന് എന്താക്കി കൊടുത്തു? ഇരട്ടിയാക്കി കൊടുത്തു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇയ്യോബിനെ ദൈവം എല്ലാം ഇരട്ടിയാക്കി. പക്ഷേ ഞാനതിനെ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക, ഇയ്യോബിനെ ദൈവം വിശാലപ്പെടുത്തി അവൻ്റെ 5 ഏക്കറിനെ പൊളിച്ച് 10 ഏക്കറാക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ 100 ഏക്കറിനെ പൊളിച്ച് 100 ഏക്കറാക്കാൻ ദൈവം പ്ലാൻ ഇട്ടിരിക്കുക. നിങ്ങളുടെ വസ്തുവിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് 1 ഏക്കർ വസ്തുവുണ്ട്, അതിൻ്റെ അപ്പുറത്ത് 1 ഏക്കർ, അതിനോട് ചേർന്ന് 1 ഏക്കർ വസ്തു മേടിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്തുമായിരിക്കും? ഇടയ്ക്കലത്തെ മതിൽ പൊളിക്കും. സ്തോത്രം. ഇപ്പം ഇയ്യോബിൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള 100 ഏക്കർ, ഇയ്യോബിൻ്റെ പ്ലോട്ടിന് അപ്പുറത്തുള്ള 100 ഏക്കർ പ്ലോട്ട് ഇയ്യോബിന് ആധാരം ചെയ്യാൻ ദൈവം ഒരുങ്ങിയിരിക്കുക. അപ്പം ദൈവം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, 4 ബംഗാളിയെ വിളിച്ച്, JCBയും വിളിച്ച് ഈ മതിൽ പൊളിക്കണം. ആദ്യം ഈ മതിൽ പൊളിച്ച് മാറ്റിയിട്ട് വേണം ആ വസ്തുവിലേക്ക് നിരപ്പാക്കി കയറാൻ. അന്നേരം ആ പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ചോദിച്ചു, ഞാനേ ആ ഇയ്യോബിൻ്റെ മതിലങ്ങ് പൊളിച്ചോട്ടെ. തമ്പുരാൻ മനസ്സിൽ ചിന്തിച്ചു, ബംഗാളിക്ക് കൊടുക്കുന്ന കാശ് ലാഭം. ഇന്നു രാത്രി ഞാൻ ദൈവജനത്തോട് പറയുകയാണ്, പിശാച് നിന്റെ അതിര് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിക്ക് കൊടുക്കേണ്ട കാശ് ലാഭം. പിശാച് നിനക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, ഞാൻ ചിലരെ നിർത്തി ബംഗാളിയുടെ പണിയെ അവൻ ചെയ്തിട്ടുള്ളന്നേ. എൻ്റെ സഹോദരങ്ങളെ, ഒരു വീട് പൊളിക്കാൻ എത്ര ബംഗാളി വേണം? 4 ബംഗാളിയുടെ ആവശ്യമുള്ളൂ. പക്ഷെ ഒരു വീട് പണിയാൻ ബംഗാളി മതിയോ? പോരാ. അതിന് പ്ലാൻ വരയ്ക്കണം, അതിന് ആർക്കിടെക്റ്റ് വേണം, ഇതെല്ലാം വേണം. ആമേൻ. അതുകൊണ്ട് പൊളിക്കുന്ന പണിയെല്ലാം ദൈവം ആരെ ഏൽപ്പിക്കും? സാത്താനെ ഏൽപ്പിക്കും. ഇന്ന് രാത്രികാലം ദൈവജനം തിരിച്ചറിയണം, നിന്റെ അതിര് പൊളിക്കാൻ ദൈവം പിശാചിനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അതിൻ്റെ അപ്പുറത്തെ പ്ലോട്ട് കണ്ണുവെച്ചിട്ടുണ്ട്, നിനക്ക് വിശാലത വരാനുണ്ട്. അല്ലെങ്കിൽ ദൈവം അത് അനുവദിക്കത്തില്ലായിരുന്നു. ആമേൻ. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ സാരം, പ്രതികൂലങ്ങളെ നമ്മൾ എന്താക്കി എടുക്കണം? പ്രതികൂലങ്ങളെ വിശാലതയാക്കി എടുക്കണം. ഞാൻ ആവർത്തിക്കട്ടെ, പ്രതികൂലങ്ങളെ വിശാലതയാക്കി എടുക്കണം. നീ കടന്നു പോകുന്ന ക്രൈസിസിനെ നീ ഒരു വിശാലതയാക്കി എടുക്കണം. നീ കടന്നു പോകുന്ന പ്രതികൂലത്തെ നീ ഒരു വിശാലതയാക്കി എടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ ആയിരുന്നു എന്തോന്ന് പറഞ്ഞത്, നെഗറ്റിവിറ്റികൾ നമ്മുടെ ഫ്യൂവലാക്കി മാറ്റിയെടുക്കണം.
ആമേൻ. കഷ്ടതകൾ നമ്മുടെ ഫ്യൂവലാക്കി മാറ്റിയെടുക്കണം. നമ്മളോടുള്ള വെറുപ്പും വിദ്വേഷവും നമ്മളുടെ ഫ്യൂവലാക്കി മാറ്റിയെടുക്കണം. നമ്മൾ അനുഭവിക്കുന്ന ആമേൻ കഷ്ടതയ്ക്കകത്ത് ഒഴുകുന്ന കണ്ണുനീരിനെ നമ്മുടെ ജയത്തിൻ്റെ അടിസ്ഥാനമാക്കി എടുക്കണം. ഇന്ന് രാത്രികാല നിനക്കൊരു കഷ്ടതയുണ്ടെങ്കിൽ അത് നിന്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് പറഞ്ഞട്ടെ. ലമഹർദന ബഹർത്തനാദിയ റാൽഘടം പരാജനം പ്രൗഢിമാർത്തനാദി. കണ്ണുകളെ അടച്ചാട്ടെ, ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് രാത്രി അതരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എനിക്കൊരു വിശാലത വേണോ? ഒന്നാമത് നമ്മൾ ആ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എനിക്കൊരു വിശാലത വേണോ? ആ വിഷയം പ്രാർത്ഥിച്ച അനന്തരം രണ്ടാമതായി പ്രാർത്ഥിക്കും, എൻ്റെ കഷ്ടതകൾ എൻ്റെ വിശാലതയായി മാറട്ടെ. ഒന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്, എനിക്കൊരു വിശാലത വേണോ? അതരം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, എനിക്കൊരു വിശാലത വേണോ? ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ, എനിക്കൊരു വിശാലത വേണോ? റാൽബോ റമസിയ രാജാന ഹഡാലിയ റാൽഗറ്റൽമേനിയ ബറോസിയ നജാരിയ റാൽഗറ്റൽമേനി റബസ്യ പ്രവാചന റിബ ലഗച്ചം പ്രൗഢി മർധോനിയ റാൽബന കഡേനിയ പ്രവാസിയ മാൽദേ നഗംജനം പ്രവാദിയ റാൽബന ഹർദനാദി. ഇന്ന് രാത്രി ഞങ്ങൾ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രാർത്ഥിച്ച് കയറി വരുന്നു. കർത്താവേ, ഈ രാത്രി നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതരം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷകളിലല്ല, അല്ലാതെ സ്തോത്രം പറയുകയല്ല, ഹല്ലേലൂയ പറയുകയല്ല. അതരം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. എനിക്കൊരു വിശാലത വേണോ? എൻ്റെ പ്രസ്ഥാനത്തിനൊരു വിശാലത വേണോ? എൻ്റെ ശുശ്രൂഷയ്ക്കൊരു വിശാലത വേണോ? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വിശാലത വേണോ? എൻ്റെ തലമുറയുടെ മേലൊരു വിശാലത സംഭവിക്കണോ? ഇന്നുള്ളതിനെക്കാട്ടിലും എന്നെ വിശാലപ്പെടുത്തണം എൻ്റെ ദൈവമേ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ എന്നെ വിശാലപ്പെടുത്തണമേ. Enlarge me, O Lord. Enlarge me, O Lord. Enlarge me, O Lord. എന്നെ വിശാലപ്പെടുത്തണമേ, എന്നെ വിശാലപ്പെടുത്തണമേ, എന്നെ വിശാലപ്പെടുത്തണമേ. ദൈവമേ, ഞെരുക്കത്തിലിരുന്നു നീ എനിക്ക് വിശാലത വരുത്തി. ഞെരുക്കത്തിലിരുന്നു നീ എനിക്ക് വിശാലത വരുത്തി. ഇന്ന് രാത്രികാല എൻ്റെ ഞെരുക്കത്തെ വിശാലതയാക്കി മാറ്റണമേ. എൻ്റെ ഞെരുക്കത്തെ വിശാലതയാക്കി മാറ്റണേ. ശബ്ദമുയർത്തി അതരം തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. ശബ്ദം ഉയർത്തി അതരം തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. എന്റെ ഞെരുക്കങ്ങൾ വിശാലതയാകട്ടെ. എന്റെ ദൈവത്തിൽ നിന്ന് ഞാനൊരു വിശാലത സ്വീകരിക്കുന്നു. എന്റെ ദൈവത്തിൽ നിന്ന് ഞാനൊരു വിശാലത സ്വീകരിക്കുന്നു. ദൈവത്തിൽ നിന്നൊരു വിശാലത സ്വീകരിച്ച്, ദൈവത്തിൽ നിന്നൊരു വിശാലത സ്വീകരിച്ച്. ഓ ലോർഡ് ഷാൽ എൻലാർജ് മീ, ലോർഡ് ഷാൽ എൻലാർജ് മൈ ടെറിട്ടറീസ്. ആർബല പടിമട ജനാദര. എന്റെ ദൈവമേ എന്നെ വിശാലപ്പെടുത്തണമേ. ആത്മീകമായി, ഭൗമികമായി, സാമ്പത്തികമായി, സാമൂഹികമായി. ജനാദിയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശാലതകൾ ദൈവത്തിന്റെ ജനത്തെ തൊടട്ട്. ദൈവത്തിന്റെ വിശാലതകൾ ദൈവത്തിന്റെ ജനത്തെ തൊടട്ട്. കർത്താവേ എന്നെ വിശാലപ്പെടുത്തണമേ. നീ എന്റെ അതിരിനെ വിശാലപ്പെടുത്തണമേ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് പ്രവാചന യേശുവേ, ഈ ജനം വിശാലപ്പെടട്ടെ. ഈ ജനം വിശാലപ്പെടട്ടെ. ഈ ജനത്തിന്റെ അതിരുകൾ വിശാലപ്പെടട്ടെ. Enlarge our territories, O Lord. Enlarge our territories, O Lord. Enlarge our territories, O Lord. Ralbana Kalbana Salbana Rajana Vaidala Sarthenia Ralbanangada Pravajiya Pravortanadiya Lakatalmania Parasaram Pravadiya. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനും ആമേൻ വിശാലപ്പെടുന്ന സ്വഭാവമുണ്ട്. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനും വിശാലപ്പെടുന്ന സ്വഭാവമുണ്ട്. ആമേൻ. നിങ്ങളൊരു കനലിനെ, നിങ്ങളൊരു തീപ്പൊരിയെ എടുത്തൊരിടത്തിട്ട് നോക്ക്. ആ തീപ്പൊരി കുറെ കഴിയുമ്പോൾ അതിൻ്റെ അതിരിനെ തന്നെത്താൻ വിശാലമാക്കുന്നത് കാണുവാൻ കഴിയുക. നിന്റെ അകത്തൊരു തീ ഉണ്ടെങ്കിൽ അറിയാതെ നീ വിശാലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അതരം തുറന്ന് പറ, ഞാൻ വിശാലപ്പെടുക തന്നെ ചെയ്യോ, ഞാൻ വിശാലപ്പെടുക തന്നെ ചെയ്യോ. ഇന്ന് രാത്രി കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ഞാൻ വിശാലപ്പെടുക തന്നെ ചെയ്യോ, ഞാൻ വിശാലപ്പെടുക തന്നെ ചെയ്യോ. അതരം തുറന്ന് പറഞ്ഞേ, ഞാൻ വിശാലപ്പെടുക തന്നെ ചെയ്യും. രാത്രി ഒരു നിമിഷം നിങ്ങളുടെ പ്രതികൂലങ്ങളെ നോക്കി നിങ്ങളൊന്ന് ഡിക്ലെയർ ചെയ്തേ. ലോർ മഹസി ഗഡാം ചര പ്രവാർത്തി. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ മധ്യസ്ഥം നിൽക്കുന്നു. ഇവർ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ ഇവരുടെ വിശാലതയാകട്ടെ. ഇവർ കടന്നു പോകുന്ന താഴ്ചകൾ ഇവരുടെ വിശാലതയാകട്ടെ. ഇവരുടെ ഞെരുക്കങ്ങൾ വിശാലതയായി മാറ്റപ്പെടട്ടെ.
ശത്രു എവിടെ ഇവരെ ആക്രമിക്കുന്നുവെങ്കിലോ, ദുഷ്ടൻ എവിടെ ഇവരോട് പൊരുതുന്നുവെങ്കിലോ, ആ പോരാട്ടങ്ങളിൽ നിന്ന് അവർ ഒരു വിശാലതയിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. ഇൻ കിങ്ഡം അതോറിറ്റി, ഇൻ ഹോളി സ്പിരിറ്റ് പവർ, I declare, I command to be enlarged in every manner of their life. അവരുടെ ജീവിതത്തിൻ്റെ സകല ഭാവങ്ങളിലും അവർ വിശാലപ്പെടുവാൻ ദൈവം എനിക്ക് നൽകിയ അധികാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. I command to be enlarged. Jesus. 2025 നോക്കി അധരം തുറന്ന് പറ, ഇത് വിശാലതയുടെ വർഷമാണ്. 2025 എനിക്കൊരു വിശാലതയുടെ വർഷമാണ്. ഉറക്കെ പറയാമോ? 2025 എനിക്കൊരു വിശാലതയുടെ വർഷമാണ്. ഒന്നുറക്കെ പറയാമോ? കരമുയർത്തി പറയാമോ? എല്ലാവരും വേണമെന്നില്ല. അത്ര ആർത്തിയുള്ളവർ പറഞ്ഞാൽ മതി. 2025 എനിക്ക് വിശാലതയുടെ വർഷമാണ്. 2025 എനിക്ക് വിശാലതയുടെ വർഷമാണ്. അതരം തുറന്ന് ശബ്ദമുയർത്തി പറയട്ടെ, 2025 ആമേൻ എൻ്റെ വിശാലതയുടെ വർഷമാണ്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ്, നമ്മൾ വിശാലപ്പെടുമെന്ന് പറഞ്ഞ്. നമ്മൾ വിശാലപ്പെടും. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് ശബ്ദമുയർത്തി അവരോടൊന്നുകൂടെ പറഞ്ഞ്, നമ്മൾ വിശാലപ്പെടും, നമ്മൾ വിശാലപ്പെടും. ജീസസ്. ആമേൻ. വീട്ടിൽ ചെന്ന് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കളെ വിളിച്ചിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ പറയണം, വി ഷാൽ ബി എൻലാർജ്ഡ്. നമ്മൾ വിശാലപ്പെടും, നമ്മൾ വിശാലപ്പെടും, നമ്മൾ വിശാലപ്പെടും. ആമേൻ. കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ മതി. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ. ഇന്ന് രാത്രികാലം വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നു. എ പീപ്പിൾ പ്രിപ്പയർഡ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ജനം, ഒരു ജനറേഷൻ. എനിക്ക് വേഗത്തിൽ ഈ വിഷയത്തെ പൂർത്തീകരിച്ച് ഞാൻ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നാളെ ഇത് തീർന്നു കഴിഞ്ഞാൽ ഗാർമെൻറ്റ്സ് എന്ന വിഷയത്തെയാണ് ഞാൻ പ്രധാനമായി ഈ ദിവസങ്ങളിൽ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ ദിനങ്ങളിലായി ഈ പ്രിപ്പയറിങ്ങിനെ കുറിച്ച് നാം പഠിച്ചു. ഒന്ന്, ദൈവത്തെ എതിരേൽക്കുവാൻ, ടു ഹാവ് ആൻ എൻകൗണ്ടർ വിത്ത് ഗാഡ്, ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. 2, സൂര്യൻ അസ്തമിക്കുന്ന ഇരുട്ട് വ്യാപരിക്കുന്ന സമയം തുടങ്ങി സൂര്യോദയം വരെയും ഇരുട്ടിനെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രകാശം വ്യാപരിപ്പിക്കുവാൻ, വിളക്കുകളെ തെളിയിക്കുവാൻ മഹാപുരോഹിതൻ ഒരു ഒരുക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. 3, ഒരു യുദ്ധത്തിനു വേണ്ടി ഒരുക്കം ആവശ്യമാണ്. 4, റിസർവോയറുകളെ, നമ്മുടെ റിസർവുകളെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ രാത്രി അതാണ് ധ്യാനിച്ചത്. ഇന്ന് അടുത്ത ഭാഗത്തിലേക്ക് കയറുന്നു. ആമേൻ. പ്രിപ്പയർ ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി ഒരുക്കുക, കർത്താവിന് വേണ്ടി ഒരുക്കുക. അതാണ് ഇന്ന് രാത്രി ഞാൻ എടുക്കുന്നത്. കർത്താവിന് വേണ്ടി ഒരുക്കുക എന്ന വിഷയത്തിൽ പല ഭാഗങ്ങൾ നമുക്ക് പഠിപ്പാനുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ 3 ഭാഗങ്ങൾ മാത്രം എടുത്ത് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ പറയും പ്രസംഗം നേരത്തെ നിർത്തും, പ്രാർത്ഥിക്കുമെന്ന്. പക്ഷേ ഇതുവരെയും അത് പ്രായോഗികമായിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രിയെങ്കിലും അത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. 1-ാം വാക്യം ഒന്ന് വായിച്ചു. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ആകയാൽ ദൈവം ആശ്വസിപ്പിക്കുന്ന സീസൺ ഓഫ് കൺസോലേഷൻ ബിഗിൻസ്. അവിടെ ദൈവം ദൈവത്തിൻ്റെ സമാധാനം വ്യാപരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. സമ്മുഖത്തു നിന്ന് ആശ്വാസകാലം വരുവാൻ തുടങ്ങുകയാണ്.
അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. ആ സീസണെ ഒന്ന് മൈൻഡിലിട്ടിട്ട് ഇനി 3-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു. ഇതൊരു കാലഘട്ടത്തിൻ്റെ വോയിസ് അല്ല, ഇതൊരു ജനറേഷൻ്റെ വോയിസ് അല്ല, ഇതൊരു മാസീവ് ട്രെൻഡി വോയിസ് അല്ല. ഇത് ഒരുത്തൻ മാത്രം പറയുന്ന ശബ്ദമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ദൈവജനത്തോട് വിളിച്ചു പറയാം. ദൈവത്തിൻ്റെ ശബ്ദം പലപ്പോഴും ഒരു ട്രെൻഡി വോയിസ് ആയിരിക്കത്തില്ല, വോയിസ് ഓഫ് ദ സീസൺ ആയിരിക്കത്തില്ല, വോയിസ് ഓഫ് ദ വേൾഡ് ആയിരിക്കത്തില്ല. ആമേൻ. ആയിരങ്ങൾ ഒരുമിച്ച് വിളിക്കുന്ന മുദ്രാവാക്യമായിരിക്കത്തില്ല ദൈവത്തിൻ്റെ ശബ്ദം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി ഞാൻ അതിനകത്ത് 2 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ലോകത്തിൻ്റെ ട്രെൻഡ് ആയിരിക്കത്തില്ല പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം, ലോകത്തിൻ്റെ ഭാഷയായിരിക്കത്തില്ല പലപ്പോഴും ദൈവത്തിൻ്റെ ഭാഷ. അതൊരു ഡിസ്റ്റിങ്ക്റ്റീവ് വോയിസ് ആയിരിക്കും, അത് വേറിട്ടൊരു ശബ്ദമായിരിക്കും. ഇനിയും അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ വ്യക്താവായി നിൽക്കുവാൻ, ടു ബി ദ സ്പോക്സ് പേഴ്സൺ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വ്യക്താവായി നിൽക്കുവാൻ ഒരു സമൂഹത്തെ ദൈവം നിന്റെ കൂടെ തരത്തില്ല. നീ വിളിച്ചു പറയുമ്പോൾ ഒരുത്തൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. യെസ്, ജീവിതത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെടലുകൾ നിന്നെ വേട്ടയാടുന്നുവെന്ന് കരുതരുത്. ഒറ്റപ്പെടൽ നിന്റെ മേലുള്ള നിയോഗമാണ്. സ്തോത്രം. തിരിച്ചറിഞ്ഞുകൊള്ളണം, ദൈവത്തിൻ്റെ ശബ്ദം വിളിച്ചു പറയുന്നവൻ അവൻ ഒറ്റയ്ക്ക് നിന്നായിരിക്കും വിളിച്ചു പറയുന്നത്. ഇന്ന് രാത്രികാലം കടന്നു പോകുന്ന ഭാഗങ്ങളിൽ വ്യക്തമായി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. കേട്ടോ, ഒരുത്തൻ ഒറ്റയ്ക്ക് നിന്നൊരു രാഷ്ട്രത്തോട് സംസാരിക്കുകയാണ്. കേട്ടോ, ഒരുത്തൻ ഒറ്റയ്ക്ക് നിന്നൊരു കാലഘട്ടത്തോട് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നു. ആമേൻ. നിങ്ങളിൽ എത്ര പേരുണ്ട് ആമേൻ ഒറ്റയ്ക്ക് നിന്ന് കാലഘട്ടത്തോട് സംസാരിക്കാൻ, ഒറ്റയ്ക്ക് നിന്ന് രാജ്യങ്ങളോട് സംസാരിക്കാൻ, ഒറ്റയ്ക്ക് നിന്നൊരു തലമുറയോട് സംസാരിക്കാൻ, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കൂടൊഴുകുവാനല്ല, പകരം മാറിട്ട് വേറിട്ട് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പണം ചെയ്യുന്നു? കേട്ടോ, ഒരുത്തൻ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയുന്നു. എന്താണ് അവൻ വിളിച്ചു പറയുന്നത്? ആമേൻ. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ. അടുത്തത്, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ എന്ന് പറയുകയാണ്. ഞാൻ അതിനകത്ത് ആദ്യത്തെ ഭാഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിപ്പയർ എ വേ, എ ഹൈവേ ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി ഒരു വഴിയൊരുക്കുവിൻ എന്ന് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വഴിയൊരുക്കുന്ന ഭാഗത്തെക്കുറിച്ച് 2 ഭാഗങ്ങൾ പറയുകയാണ്. ദൈവത്തിന് വഴിയൊരുക്കുവിൻ. അത് എവിടെയാണ് ഒരുക്കേണ്ടത്? ഒന്നാമതായി പറയുകയാണ്, മരുഭൂമിയിൽ ദൈവത്തിന് വഴിയൊരുക്കുവിൻ. സ്തോത്രം. മരുഭൂമിയെക്കുറിച്ച് 1, 2, 3 കാര്യങ്ങൾ ടപ്പ എന്ന് പറഞ്ഞ് ഞാൻ പോകാം, വിശദീകരിക്കത്തില്ല. മരുഭൂമി വിതയും കൊയ്ത്തുമില്ലാത്ത സ്ഥലം, മരുഭൂമി ദിശയറിയാത്ത സ്ഥലം, മരുഭൂമി അഗ്നിസർപ്പവും തേളുകളുമുള്ള സ്ഥലം, മരുഭൂമി ആശ്രയിപ്പാൻ ആരുമില്ലാത്ത സ്ഥലം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രതികൂലത്തിൻ്റെ മരുഭൂമിയിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് മുമ്പേ നീ ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുവാൻ നിൽക്കണോ? ദൈവത്തിന് വഴിയൊരുക്കുവിൻ. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, നിർജ്ജന പ്രദേശത്ത് പെരുവഴി നിരപ്പാക്കുവീനെന്ന്. എൻ്റെ സഹോദരങ്ങളെ, നിർജ്ജന പ്രദേശത്ത് പെരുവഴി അതെന്താണ്? സ്തോത്ര. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങൾക്കകത്ത് ചിലത് ആരംഭിക്കുവാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്നാൽ നിർജ്ജന പ്രദേശത്ത് പെരുവഴി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പെരുവഴി എന്ന് പറഞ്ഞാൽ ഗതികെട്ടവരെന്ന് അതിൻ്റെ അർത്ഥം. അതല്ല, പെരുവഴി എന്ന് പറഞ്ഞാൽ ഹൈവേ എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ സഹോദരങ്ങളെ, രാഷ്ട്രങ്ങളിൽ എവിടെ നമ്മൾ പഠിച്ചാലും എവിടെയാണ് ഹൈവേ ഉണ്ടാക്കുന്നതെന്നറിയാമോ? സ്തോത്രം. ജനസാന്ദ്രത കൂടിയ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ഹൈവേ ഉണ്ടാക്കുന്നത്. മനുഷ്യൻ എപ്പോഴും ഹൈവേ ഉണ്ടാക്കുന്നത് എപ്പോഴാ? ജനസാന്ദ്രത കൂടുമ്പോൾ, പോപ്പുലേഷൻ കൂടുമ്പോൾ, വണ്ടിയുടെ എണ്ണം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവൻ ഹൈവേ ഉണ്ടാക്കുന്നത്. പക്ഷെ ദൈവം ഇവിടെ പറയട, ആളില്ലാത്തടത്ത് പോയി ഹൈവേ ഉണ്ടാക്കാൻ. എന്നോടോ നിങ്ങളോടോ ആയിരുന്നു ഇത് പറഞ്ഞതെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഉള്ള വഴി പോലും നടക്കാൻ ആളില്ല, പിന്നെ ഹൈവേ ഉണ്ടാക്കിയിട്ട് ആർക്ക് പോകാനോ? അതാണ് ആക്ട് ഓഫ് ഫെയ്ത്ത്, അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. നിർജ്ജന പ്രദേശത്ത് പെരുവഴി ഉണ്ടാക്കുക. ആമേൻ. ആളില്ലാത്തടത്ത് ഹൈവേ പണിയുക. ആമേൻ. ഇന്ന് രാത്രി എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ആളില്ലാത്തടത്ത് ഹൈവേ പണിയുക.
അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ആളില്ലാത്തിടത്ത് ഹൈവേ പണിയുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. മരുഭൂമിയിൽ വഴിയൊരുക്കുന്നതാണ് പ്രതികൂലത്തിനകത്ത് കയറി വരുന്ന ജയത്തിൻ്റെ പ്രവൃത്തി. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ പറയുകയാണ് വഴിയൊരുക്കുവീൻ, വലിയൊരു ഹൈവേ, വലിയൊരു പാത തന്നെ നിങ്ങൾ ഒരുക്കുവീൻ എന്ന് പറയുകയാണ്. എന്നിട്ട് എന്നിട്ട് ആമേൻ. ഇനി അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് ഒന്ന് പറഞ്ഞാട്ടെ. 4-ാം വാക്യം, എല്ലാ താഴ്വരയും നികരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. അടുത്ത ഭാഗം, യഹോവയുടെ മഹത്വം വെളിപ്പെടും. ഞാൻ 3-ാം വാക്യവും 5-ാം വാക്യവും മാത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. വഴി ഒരുക്കുവീൻ, പെരുവഴി നിരപ്പാക്കുവീൻ, യഹോവയുടെ മഹത്വം വെളിപ്പെടും. ആമേൻ. If you are ready to prepare a way for the Lord, God is ready to manifest His glory for you. നീ ദൈവത്തിന് വേണ്ടി ഒരു വഴി തുറക്കാൻ, വഴി ഒരുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനും ഒരുക്കമാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, if you are ready to prepare a way and highway for the Lord is ready to manifest His glory for you. ദൈവം തൻ്റെ മഹത്വത്തെ നിനക്ക് വേണ്ടി പ്രദർശിപ്പിക്കുവാൻ ഒരുക്കമാണ്. ഇവിടെ ദൈവം പറയുകയാണ്, ദൈവത്തിന് വേണ്ടി ഒരു വഴിയും ദൈവത്തിന് വേണ്ടി ഒരു ഹൈവേയും ഒരുക്കുവീൻ. സ്തോത്രം. ഞാൻ മുൻപേ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തിരിയുകയാണ്. ദൈവത്തിന് വേണ്ടി ഒരു വഴിയും ദൈവത്തിന് വേണ്ടി ഒരു ഹൈവേയും ഉണ്ടാക്കുവീൻ. എന്താണ് ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുക? അപ്പോൾ ദൈവം എന്താണ്? ഒറ്റയ്ക്കാണ് ഇറങ്ങി വരാൻ പോകുന്നത്. ദൈവത്തിന് വേണ്ടി പെരുവഴി ഒരുക്കുക. എന്താ കാരണം? ദൈവം തൻ്റെ സകല സൈന്യത്തോടും കൂടി, ദൈവം തൻ്റെ സകല ദൂതന്മാരോടും കൂടി ഇറങ്ങി വരാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ഒരു ഗോഡ് ഡിവൈൻ പ്രസൻസിനോ ഒരു ഏഞ്ചലിക് പ്രസൻസിനും വേണ്ടി, ദൈവത്തിന്റെ സാന്നിധ്യത്തിനോ ദൈവം തന്റെ സകല സൈന്യവുമായി ഇറങ്ങി വരുന്നതിനും വേണ്ടി ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിന് വഴിയും പെരുവഴിയും ഒരുക്കിക്കോ. Some personal intervention. ദൈവത്തിന് വഴിയൊരുക്കിയാൽ ദൈവം തനിയെ കയറി വരും. ദൈവത്തിന് പെരുവഴി ഒരുക്കിയാൽ ദൈവവും ദൈവത്തിന്റെ സൈന്യവും കൂടെ കയറി വരും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, യോഹന്നാന്റെ അടുക്കൽ യേശു ഇറങ്ങി വന്നു. ആരുണ്ടായിരുന്നു കൂടെ? ആരുമില്ലായിരുന്നു. 7 നക്ഷത്രങ്ങൾ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിലാണ് നിൽക്കുന്നത്. പക്ഷെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, വെള്ള കുതിരപ്പുറത്തൊരുത്തൻ പുറപ്പെടുന്നു. അവൻ ശുഭ്രവും നിർമ്മലവുമായി അങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ ഉടുപ്പിന്മേൽ ചോര തെറിച്ചിരിക്കുന്നു. അവന്റെ തുടയിന്മേൽ ഒരു പേരെഴുതിയിരിക്കുന്നു, ആർക്കും വായിപ്പാൻ കഴിയുന്നില്ല. ആമേൻ. അവന് സത്യവചനമെന്ന് പേർ. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലെ സൈന്യം ശുദ്ധവും നിർമ്മലവുമായ വസ്ത്രം ധരിച്ച് അവനെ അനുഗമിക്കുന്നത് ഞാൻ കണ്ടുവെന്നാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ഇൻഡിവിജ്വൽ അപ്പിയറൻസ് ആയിരുന്നു വെളിപ്പെട്ടതെങ്കിൽ, വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ഒരു മാസീവ് എൻട്രിയാണ് യോഹന്നാൻ കാണുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റക്കിറങ്ങി വരുന്ന ഒരു ദൈവത്തെയോ നിന്റെ പ്രശ്നങ്ങളുടെ നടുവേ സൈന്യമായി Talmana Jardaniara Ralbana Pravasiha Ralgala Barahaturi Bidi Gatanaga Ralme Nagaja Prabharia Ralba Pravajo Rama Ragataradi Ralka Talmara Prabhajiya Ral Maharabara Baudi Bi Prabharia Ral Hasatarajara Lagadaban Velipad 19-14
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് ആവർത്തിച്ച് പറയാൻ പറയുന്നു. വെളിപ്പാട് 19:14 പറഞ്ഞിരിക്കുന്നത് പോലെ 2025 two levels of his encounter, two levels of his appearance നീ അനുഭവിക്കുക. ഒന്ന്, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇൻഡിവിജ്വലായി ഇറങ്ങി വരുന്ന, ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. പക്ഷേ അവിടം കൊണ്ട് നീ ദൈവത്തെ കണ്ടു തീരത്തില്ല. നിന്റെ ദേശത്തിൽ, നിന്റെ യുദ്ധത്തിൽ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ സർവ സൈന്യത്തോടെ ഓ ലബജ രഗജഗ പ്രവാരിയ റാൽബ പ്രവാർദര റാൽബ പ്രവാരിയ റാബ പ്രവാനി റാൽകറ്റാൽ ബാരിയ റീബ പ്രവാരി അക്കംബനൈഡ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നു ക്രിസ്തു തന്റെ സകല സൈന്യത്തോടിന്റെ അകമ്പടിയോടുകൂടെ ആസ് ദ അക്കംബനൈഡ് കിങ് അവൻ നിന്റെ വിഷയത്തിൽ ഇറങ്ങാൻ പോകുക. നീ വഴിയൊരുക്കുമെങ്കിൽ ദൈവം ഇറങ്ങി വരോ. നീ വഴിയൊരുക്കുമെങ്കിൽ ദൈവം ഇറങ്ങി വരോ. ഒറ്റയ്ക്ക് നിന്റെ പ്രാർത്ഥനാ മുറിയിലോ സർവശക്തനായി സൈന്യബലത്തോടെ നിന്റെ പ്രതികൂലങ്ങളിലോ he shall descend. റാൽബനി മാർത്ത ബനാചരം പരിശുദ്ധാത്മാവേ സ്തോത്ര, പരിശുദ്ധാത്മാവേ സ്തോത്ര. ഓ ലബ പ്രഭാനി prepare a way for the Lord. യെശയ്യാ 40 തന്നെ മടങ്ങി വരാ. യെശയ്യാ 40:3 പറയുക, നീ ഒരു വഴി തുറക്ക്, നീ ഒരു വഴി ഒരുക്ക്, ഓ നീ ഒരു പെരുവഴി ഒരുക്ക്. ദൈവം ഒറ്റയ്ക്ക് ദൈവ സൈന്യവുമായി കടന്നു വരട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ അപ്പിയറൻസിന് 2 ലെവൽ ഉണ്ടെന്ന് എന്റെ പൊന്നു ദൈവമക്കൾ തിരിച്ചറിയണം. അവൻ ഒറ്റയ്ക്ക് എന്റെ മുറിയിൽ കയറി വരോ, അവൻ ഒറ്റയ്ക്ക് എന്റെ കിടക്കയിൽ വരോ, അവൻ ഒറ്റയ്ക്ക് എന്നോട് സംസാരിക്കോ. അത് അവൻ എന്റെ പ്രാണപ്രിയനാ, അവൻ എന്റെ അപ്പനാ, അവൻ എന്റെ യജമാനനാ. പക്ഷേ ഇതാ സർവ സൈന്യത്തിന്റെ അധിപനായി, സർവ സൈന്യാധിപനായി അധികാരം പ്രാപിച്ച ജയത്തിന്റെ ഘോഷവുമായി അവൻ 1000 ദൂതന്മാരോടുകൂടെ 10,000 സൈന്യബലത്തോടെ ഇന്ന് രാത്രി നിന്റെ വിഷയം ഒറ്റയ്ക്ക് വന്ന് തീർക്കേണ്ടതാണ്. ദൈവം ഒറ്റയ്ക്ക് വന്ന് തീർക്കും. ഇല്ല, സൈന്യ അകമ്പടിയോടുകൂടെ ഇറങ്ങി വരേണ്ടതാണെങ്കിൽ എൻ്റെ അപ്പൻ അങ്ങനെ തന്നെ ഇറങ്ങി വരും. നീ വഴിയും പെരുവഴി ഒരുക്കിയിട്ടോ, തമ്പുരാൻ ഇറങ്ങാൻ പോവാ. നീ വഴിയും പെരുവഴി ഇറക്കിയിട്ടോ, തമ്പുരാൻ ഇറങ്ങാൻ പോവാ. 2025 ദൈവം ഇറങ്ങാൻ പോവാ എൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഞാനൊരു കാര്യം ചെയ്യും, ദൈവത്തിന് വഴിയൊരുക്കും. ജീസസ് ദൈവത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തണം, ദൈവത്തിന് തൻ്റെ ശക്തി വെളിപ്പെടുത്തണം, ദൈവത്തിന് തൻ്റെ തേജസ് വെളിപ്പെടുത്തണം. പക്ഷെ അതിന് ദൈവത്തിനൊരു ഒറ്റ കാര്യം വേണം, ദൈവത്തിന് വഴി തുറന്നു കൊടുക്കാൻ, വഴി ഉണ്ടാക്കി കൊടുക്കാൻ ഒരുത്തൻ വേണം. ആ മനുഷ്യൻ നീ ആകാമോ? നിന്റെ വീട്ടിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും, പക്ഷെ ആ വീട്ടിനകത്തേക്ക് വഴി വെട്ടിക്കൊടുക്കാൻ ആ ഒരുത്തൻ നീ ആകാമോ? ഞാൻ ദൈവത്തിന് വഴി വെട്ടിക്കൊടുക്കാം. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ ഞാൻ നിനക്ക് വഴി വെട്ടിത്തരാം, ഞാൻ നിനക്ക് വഴി വെട്ടിത്തരാം. ഇന്ന് വരെ എൻ്റെ ദൈവമക്കളിൽ ഒത്തിരി പേര് പ്രാർത്ഥിച്ചാണ്, കർത്താവേ എനിക്കൊരു വഴി തുറക്കണേ, എനിക്കൊരു വഴി തുറക്കണേ, എനിക്കൊരു വഴി തുറക്കണേ. കർത്താവ് തുറക്കുന്ന വഴിയിൽ ഞാൻ നടക്കുന്ന പഴയ കുഴിമടിയനല്ല ഞാൻ. പകരം ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ദൈവത്തിന് വഴി തുറക്കുന്നവനാ ഞാൻ. ഞാൻ വെട്ടിയ വഴി കൂടെ ദൈവം ഇറങ്ങി വരുന്നത് കാണാൻ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ വെട്ടിയ വഴിയിൽ കൂടെ ദൈവം ഇറങ്ങി വരുന്നതൊന്ന് കാണാനേ. ഞാൻ വെട്ടിയ വഴിയിൽ കൂടെ ദൈവം ഇറങ്ങി വരും.
ജാൽബര പ്രവാർത്തനി ജിലമഠോനിയ. യെശയ്യാ 40:10 കടന്നു വന്നാട്ടെ. യെശയ്യാ 40:10. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. നിൽക്കട്ടെ 40-ാം അധ്യായം 3-ാം വാക്യം വായിച്ചിട്ട് ഡയറക്റ്റ് 40:10 വരണം. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തൊരു ഹൈവേയും ദൈവത്തിന് വേണ്ടി നീ ഒരുക്ക്. ഇതാ ദൈവം ബലശാലിയായി വരുന്നു. അതോ 40-ന്റെ 3-ഉം 10-ഉം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാ ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി വഴി ഒരുക്കിയാൽ ദൈവം എന്തോ ചെയ്യും പറയുന്നത്. നീ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തൊരു പെരുവഴിയും ഒരുക്ക്. ഇതാ ദൈവം ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ജീസസ്. ദൈവത്തിന്റെ ട്രാൻസിഷനുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 10-ാം വാക്യത്തിൽ ഞാനതൊന്ന് പറഞ്ഞു, നമ്മുടെ വിഷയം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരാം. 10-ാം വാക്യത്തിൽ ദൈവം വരുന്നത് എങ്ങനെയാണ്? ബലശാലിയായി, ആസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഹോസ്റ്റ്. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവം ക്യാപ്റ്റൻ ഓഫ് ദ ആർമീസ് അല്ല, പകരം ഭരണകർത്താവായി, രാജാവായി. 3-ാമത് വരുമ്പോൾ രാജാവല്ല, കൂലിയും പ്രതിഫലവും കൊടുക്കുന്ന ന്യായാധിപനായി. ജീസസ്. ആമേൻ. അല്ലെങ്കിൽ ഒരു യജമാനനായി. കണ്ടോ, സൈന്യാധിപനായി വന്നു, രാജാവായി വന്നു, ന്യായാധിപനായി അല്ലെങ്കിൽ യജമാനനായി. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ യജമാനൻ വേറെ ഒരാളായി. ആമേൻ. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുക്കുകയും തള്ളകളെ പതിയെ നടത്തുകയും ചെയ്യും. ജീസസ്. ആമേൻ. ഈ ഇടയനിൽ തന്നെ 3 ട്രാൻസിഷനുകളെ കാണാൻ കഴിയും. മേയ്ക്കുന്ന ഇടയൻ എവിടെ നടക്കും? മുമ്പിൽ നടക്കും. കുഞ്ഞാടുകളെ എടുക്കുന്ന ഇടയൻ ആടിനെ നിലം തൊടിയിക്കാതെ ആടിനു വേണ്ടി നടക്കും. മുമ്പിൽ നടക്കും, ആടിനു വേണ്ടി നടക്കും. തള്ളയാടുകളെ പതിയെ നടത്തി ആടിൻ്റെ പിറകിൽ നടക്കും. 3 മെത്തേഡ്സ് ഓഫ് ഷെപ്പേർഡ്. ഇടയൻ്റെ 3 തലങ്ങൾ. ഇടയൻ ചിലപ്പോൾ മുന്നിൽ കയറി നടക്കും, ചിലപ്പോൾ നിനക്ക് വേണ്ടി അവൻ നടക്കും, ചിലപ്പോൾ നിന്റെ പുറകിൽ അവൻ നടക്കും. ഇതൊക്കെ നടന്നത് എവിടെയാണെന്നറിയാമോ? ഇവര് വഴി ഒരുക്കി കൊടുത്തു. നീ വഴി ഒരുക്കിയാൽ അവൻ ഒരു സൈന്യാധിപനെ പോലെ വന്ന് രാജാവിനെ പോലെ ഭരണം ചെയ്ത് ഒരു ന്യായാധിപനെ പോലെ യജമാനനെ പോലെ ഇരുന്ന് അവൻ ഒരു ഇടയനെ പോലെ നിന്നെ നടത്തും. ജീസസ്. ആമേൻ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ ദൈവം ഇങ്ങനെ നടത്തുന്നതാ കാണുന്നേ. ഒരു ദൈവ പൈതൽ, ഒരു മനുഷ്യൻ നിറഞ്ഞ പൈശാചിക പോരാട്ടത്തിനകത്ത് കിടക്കുമ്പോൾ ദൈവം ഒരു ശക്തനായ സൈന്യാധിപനെ പോലെ ഇറങ്ങി വന്ന് രക്ഷകനായി അവനെ റെസ്ക്യൂ ചെയ്ത് പിന്നീട് അവൻ്റെ രാജാവായി, പിന്നീട് അവനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് അവനെ ഡിസിപ്ലിൻ ചെയ്യിപ്പിക്കുക. ആദ്യം വന്നത് സൈന്യാധിപനായിട്ടാണ്, പക്ഷേ ഇപ്പം സൈന്യാധിപൻ, രക്ഷകൻ ഇപ്പോൾ ആരായിട്ട് മാറി? യജമാനനും ന്യായാധിപനുമായി മാറി. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ അതിൽ നിന്ന് പറയാം. ആമേൻ. ലോർഡ് ഈസ് നോട്ട് അവർ സേവിയർ ഓൾവേസ്. കൺഫെഷനകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റാ. ഐ കൺഫസ്, ഐ അക്സെപ്റ്റ് ജീസസ് ആസ് ദ ലോർഡ് ആൻഡ് സേവിയർ. ദ ലോർഡ് ആൻഡ് സേവിയർ. നമ്മൾ ആരും സേവിയർ ആൻഡ് ലോർഡ് എന്നല്ല പറയുന്നത്, ലോർഡ് ആൻഡ് സേവിയർ. പക്ഷെ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സേവിയർ ആയിട്ടാണ് ലോർഡ് ആവുന്നത്. പക്ഷെ നമ്മൾ ആദ്യമേ ഏറ്റുപറയുന്നത് എന്താണെന്ന് അറിയാമോ? നീ എൻ്റെ യജമാനൻ, ഞാൻ നിൻ്റെ ദാസൻ. സ്തോത്രം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന ഞാൻ ഇതിനിടയ്ക്ക് നിങ്ങളെ എപ്പോഴെങ്കിലും ഒന്ന് ടച്ച് ചെയ്തു പോകാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകും. യേശു കർത്താവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥനയ്ക്കും 2 തലമുണ്ട്. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പഠിച്ചിട്ട് ഗത്സമനയിലെ പ്രാർത്ഥന പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അവിടെയാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഇറങ്ങി വന്ന് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നത്. പോട്ടെ, ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കയറിയാൽ നമ്മുടെ ടാർഗറ്റ് മാറും. അപ്പം ദൈവത്തിന് വഴി ഒരുക്കാനും ദൈവത്തിന് പെരുവഴി ഒരുക്കാനും ഒരുത്തനുണ്ടെങ്കിൽ ദൈവം
വഴി ഒരുക്കിയാൽ ദൈവം എങ്ങനെ വരും? ഒറ്റയ്ക്ക് വരും. പെരുവഴി ഒരുക്കിയാൽ ദൈവം എങ്ങനെ വരും? സൈന്യത്തോടെ വരും. അപ്പോൾ നമ്മൾ ഒരുക്കുന്ന വഴിയുടെ വലിപ്പമാണ് ദൈവപ്രവൃത്തിയുടെ വലിപ്പം. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, നമ്മൾ ഒരുക്കുന്ന വഴിയുടെ വലിപ്പമാണ് ദൈവപ്രവൃത്തിയുടെ വലിപ്പം. സ്തോത്രം. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇതിനായി ഈ ദൈവത്തിന് വഴിയൊരുക്കുന്ന, ഈ വഴിയൊരുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സിലാവത്തില്ല. ഞാനതിലൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ദൈവത്തിന് വഴിയൊരുക്കിയ ഒരു മനുഷ്യൻ. ദൈവത്തിന് വഴിയൊരുക്കിയാൽ ദൈവം എന്തു ചെയ്യും? തൻ്റെ സൈന്യത്തോടുകൂടി ഇറങ്ങി വരും. സകല ജഡവും ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ഗ്ലോറി മാനിഫെസ്റ്റേഷൻ. അപ്പം ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കിയാൽ അവിടെ ഒരു മഹത്വ പ്രത്യക്ഷതയുണ്ടാകും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന് വഴിയൊരുക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. വായിക്കാമോ? 1 രാജ 18:23. ആ ആ ആ ആ മറ്റേ കാളയെ ഞാനും ഒരുക്കി. ഇവിടെ ഏലിയാവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ എന്തു ചെയ്യാം? ഞാൻ ഒരുക്കാം. ആമേൻ. ഇതിൻ്റെ മുകളിൽ ബാലിൻ്റെ പ്രവാചകന്മാരുടെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ്, അവർ അതേ വാക്യം 23-ാം വാക്യം തന്നെ, അവർ കാളയെ ഖണ്ഡമാക്കട്ടെ, അവരതിനെ പീസായി കട്ട് ചെയ്യട്ടെ. പക്ഷെ ഞാൻ കാളയെ പീസായി കട്ട് ചെയ്യുകയല്ല, ഐ വിൽ ഡ്രസ് ദ അതർ ബുള്ളോക്ക്. ഞാൻ അതിനെ ഒന്ന് ഒരുക്കാം. സ്തോത്രം. അപ്പോ ഈ യാഗപീഠം, കർമ്മേലിന്റെ യാഗപീഠത്തെ ഏലിയാവ് കാണുന്നത് ഒരു ഒരുക്കത്തിന്റെ യാഗപീഠമായിട്ടാണ്. ജീസസ്. കർമ്മേലിൽ ദൈവം ഇറങ്ങി വരും. പക്ഷെ ദൈവത്തിനു വേണ്ടി ഒരുക്കാൻ ഒരു ഏലിയാവിനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ബാലിന്റെ പ്രവാചകന്മാർ കൊടികുത്തി വാഴുന്ന ഇസ്രായേലിന്റെ മണ്ണിൽ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. പക്ഷെ അതിന് ദൈവത്തിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ, ദൈവത്തിനൊരു വഴിയൊരുക്കാൻ, ദൈവത്തിനൊരു ഏലിയാവിനെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ പറയും, ഞാനാ ഏലിയാവാകാം? ഇന്ന് രാത്രി ദൈവത്തിന് ഇതിനകത്തുനിന്ന് ഒരു ഏലിയാവിനെ ആവശ്യമുണ്ട്. ടു റിവീൽ ഹിസ് ഗ്ലോറി, ടു റിവീൽ ഹിസ് മൈറ്റ്. 450 മന്ത്രവാദികൾ അപ്പുറത്ത് നിന്ന് തുള്ളിച്ചാടുമ്പോൾ ദൈവത്തിനൊരൊറ്റ മനുഷ്യനെ മതി. ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന ഒറ്റ മനുഷ്യനെ. To manifest his glory. ഏലിയാവ് ഒരുക്കുകയാണ്. ഞാൻ ആ യാഗപീഠത്തിൻ്റെ വെളിപ്പാടൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് കയറാം കേട്ടോ. സ്തോത്രം. ഏലിയാവ് ഒരുക്കുകയാണ്. 30-ാം വാക്യം തുടങ്ങിയാണ് ഏലിയാവ് ഒരുക്കാൻ തുടങ്ങുന്നത്. അതിനകത്തെ പോയിന്റുകളെ ഞാൻ പറഞ്ഞു പോകാം. എന്താണ് ഒരുക്കത്തിൻ്റെ 1-ാമത്തെ ഭാഗം? 30-ാം വാക്യം, ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവീനെന്ന് സർവജനത്തോടും പറഞ്ഞു. അടുത്തത്, സർവജനവും അവൻ്റെ അടുക്കൽ ചേർന്നു. അപ്പോൾ 1-ാമത് ഏലിയാവ് ചെയ്ത ഒരുക്കം എന്തായിരുന്നു എന്നറിയാമോ? ആമേൻ. കൂട്ടിച്ചേർത്തു. ഏലിയാവ് 2 കാര്യങ്ങളെയാണ് കൂട്ടിച്ചേർക്കുന്നത്. 2-ാമത് യാഗപീഠം. ആദ്യം ജനത്തെ കൂട്ടിച്ചേർക്കാതെ യാഗപീഠം കൂട്ടിച്ചേർത്തിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറയട്ടെ, കുടുംബം പണിയാതെ വീട് പണിതതുകൊണ്ട് ഒരു കാര്യവുമില്ല. ആമേൻ. ആദ്യം ജനത്തെ ഐക്യപ്പെടുത്ത്, 2-ാമത് കല്ലുകളെ ഐക്യപ്പെടുത്ത്.
ഇന്ന് ഞാൻ അതിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ നിൽക്കുകയാണ്. ഒരുക്കത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആമേൻ യൂണിറ്റി ഫെലോഷിപ്പ് എന്നുള്ളതാണ്. ഏലിയാവ് ജനത്തെ ഒരുക്കി നിർത്തി. ഈ 2024 അവസാനത്തിൽ ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയുകയാണ്, സ്തോത്ര, ലൂക്കോസിന്റെ സുവിശേഷം 1:17 ആമേൻ ജനത്തെ ഒരുക്കുന്നത് എങ്ങനെയാകുന്നുവെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരുക്കമുള്ള ഒരു ജനത്തെ. എന്താണ് ഒരുക്കം സംഭവിക്കുന്നത്? അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിയിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ. അപ്പോൾ ഒരുക്കത്തിന്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റീകൺസിലേഷൻ, പീസ് വിത്ത് ഓൾ എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനം, വിശുദ്ധ ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇപ്പം നിങ്ങൾ പറയും മാനസാന്തരമാണെന്ന് പറയും, സ്നാനമാണെന്ന് പറയും, ആഭരണം ഊരുന്നതാണെന്ന് പറയും, വേർപാടാണെന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ ഈ രക്ഷയുടെ 7 പടികളും ഉപദേശം മുഴുവൻ നിങ്ങൾ പറയും. ഞാൻ അതല്ല ചോദിക്കുന്നത്. വിശുദ്ധീകരണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വിശുദ്ധി നിരപ്പെന്നൊന്നും പറഞ്ഞാൽ പോരാ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എബ്രായ ലേഖനം ഒരു സെക്കൻഡ്, എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അപ്പൊ ശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സമാധാനം. ആരോട് സമാധാനം? ഫോളോ പീസ് വിത്ത് ഓൾ മെൻ. ആമേൻ. ഫോളോ പീസ് വിത്ത് ഓൾ മെൻ. സമാധാനത്തിന് 4 തലങ്ങളുണ്ട്. ആദ്യം ആരോടാ സമാധാനം ഉണ്ടാകേണ്ടത്? റോമർ 5:1 വായിക്കണ്ട. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. എന്നാലും എൻ്റെ ദൈവം എന്താണോ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത്. റീകൺസൈൽഡ് വിത്ത് ഗോഡ്. ദൈവം എന്നോട് ഇന്ന് വരെ ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള അടിസ്ഥാന ബോധം വന്ന് ദൈവത്തോട് സമാധാനം. ആമേൻ. 2, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. നമ്മുടെ അകത്തെന്തുണ്ടാകണം? സമാധാനം. അടുത്തത് തമ്മിൽ തമ്മിൽ സമാധാനമായിരിപ്പീൻ. 4, എല്ലാവരോടും സമാധാനമായിരിക്കുവിൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഒരുക്കത്തിൻ്റെ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് റീകൺസിലേഷൻ. എല്ലാവരോടും സമാധാനം ആചരിക്കുക. ആമേൻ. ഉടക്കന്മാരുടെ അടുക്കലും വഴക്കാളികളുടെ അടുക്കലും എല്ലാവരുടെ അടുക്കലും സമാധാനമായിരിക്കാം. ആമേൻ. നമ്മുടെ ഇടയിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണെന്നറിയാമോ? എല്ലാവരോടും സമാധാനം. ആമേൻ. അച്ഛൻ എന്നോട് പിണക്കം വല്ലതും ഉണ്ടോ? എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. എനിക്ക് ആരോടും ഒരു പിണക്കം ഇല്ലെന്ന് പറഞ്ഞാലേ അറിയാം പുള്ളിക്കാരൻ്റെ പിണക്കം ഉണ്ടെന്ന്. എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല, എൻ്റെ അങ്ങ് സമാധാനത്തോടെ വിട്ടാൽ മതി. ജീസസ്. ഇന്ന് രാത്രി ഞാൻ ഒന്നാമത് പറയട്ടെ, ഫോളോ പീസ് വിത്ത് ഓൾ മെൻ. അതാണ് ദൈവം പ്രവർത്തിക്കാനുള്ള ഒന്നാമത്തെ തലം. ആമേൻ. ഈ രാത്രികാലം എൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും, ആമേൻ, നിങ്ങളുടെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ പൂർവ്വബന്ധങ്ങളോടോ എവിടെയെങ്കിലും ഒരു അകൽച്ച, നിങ്ങളുടെ മനസ്സിനകത്തൊരു മുറിവുണ്ടെങ്കിൽ, ആമേൻ, ഇറ്റ് ഷുഡ് ബി ഹീൽഡ്. ഇറ്റ് ഷുഡ് ബി ഹീൽഡ്. അത് മുറിവ് ഉണങ്ങിയാലേ മതിയാകത്തുള്ളൂ. മുറിവ് ഉണങ്ങിയാലേ മതിയാകത്തുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പലരെയും നോക്കുമ്പോൾ അവർ കോപിക്കാത്ത മനുഷ്യരാണ്. അവർ കോപിക്കത്തില്ല, പക്ഷെങ്കിൽ അവരുടെ അകത്ത് പിടിച്ച് കെട്ടി ഒതുക്കി വച്ചിരിക്കുന്ന ഭയങ്കരമായ പക നമുക്ക് കാണാൻ കഴിയും. ആമേൻ. എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതിനെക്കാട്ടിലും മിണ്ടാതെ മുറിക്കകത്ത് കയറി പോകുന്നവരിൽ അടക്കി വെച്ച കോപത്തിൻ്റെ പൊട്ടിത്തെറിക്കത്തക്ക സംഗതികൾ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അറിയാത്ത കോപം മറഞ്ഞു കിടക്കും. നമുക്ക് തന്നെ അറിയാത്ത കോപം മറഞ്ഞു കിടക്കും. അതിൻ്റെ വിശദീകരണങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കറിയാം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ 2020 TPM വിട്ട് പുറത്തു വരുന്നത്.
എന്നാൽ ആവോളം എല്ലാ നീതിയുടെ പ്രവർത്തികളും ചെയ്തിട്ടാണ് ഞാൻ പോരുന്നത്. ഈവൻ ഒരു പൈസ 5 പൈസ പോലും എടുക്കാതെ ഒരു ബൈബിൾ മാത്രം എടുത്തുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പോരുന്നത്. എന്നാൽ നിരന്തരമായി ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം നിരന്തരമായ ആക്രമണങ്ങളുമുണ്ട്. മാനസികമായി, ആത്മീകമായി, ഈവൻ ഫിസിക്കലി വരെ ഭീഷണിയാണ്. ആ സമയത്തെല്ലാം എൻ്റെ മൈൻഡിനകത്ത് ഞാൻ എന്നെ തന്നെ സ്വയം നീതിമാനായിട്ട് വെച്ചിരിക്കുക. കാരണം ഞാൻ ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല, ഞാൻ തിരിച്ചൊരു വാക്ക് പോലും പറയുന്നില്ല. അപ്പം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നീതിമാനാക്കി വെച്ചിരിക്കുക. കണ്ടോ, അവരെന്തൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം നമ്മളെ നീതിമാനെന്ന് പറയും. നമ്മളെ അറിയാവുന്നവർ മൊത്തം നമ്മളെ ഇതുപോലെ പരിശുദ്ധനില്ലെന്ന് പറയും. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പായിരിക്കും, നമ്മുടെ ഹൃദയത്തിനകത്ത് കോപമായിരിക്കും. ജീസസ്. ഇനിയും അന്ന് എന്നെ പരിചയമുള്ള ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതല്ലാതെ എന്നെ പേഴ്സണലി എന്നെ വിമർശിക്കത്തില്ല. കാരണം ഇത്രമാത്രം മ്ലേച്ഛമായ വാക്കുകൾ കേട്ടിട്ടും ഞാൻ പുലർത്തുന്ന നിശബ്ദത അവർക്ക് ആശ്ചര്യവഹമാണ്. പക്ഷെ അകത്തോ, ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലെ നിന്നോട് പറയുകയാണ്, അകത്തു കിടക്കുന്ന പക മാറണം. പുറത്തു നീ കോപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഞാൻ ചില നാളുകൾക്ക് മുമ്പേ, ചില മാസങ്ങൾക്ക് മുമ്പേ ഞാനൊരു ചർച്ചിൽ പോയി. അവിടെ റിവൈവൽ സെഷൻസ് ആയിരുന്നു. സെഷൻസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുമ്പോൾ ഞാൻ കാറിലിരുന്ന പാസ്റ്ററുടെ അടുക്കൽ, ഞാൻ ഇവിടുത്തെ ആരുടെയും കാര്യം പാസ്റ്റർ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഞാൻ തിരിച്ചു പോകുന്ന വഴിയിൽ പാസ്റ്ററുടെ അടുക്കൽ ഞാൻ ഒരു വിശ്വാസിയെ ഞാനിങ്ങനെ ചോദിച്ചു, പാസ്റ്ററെ അദ്ദേഹം ആരാ, ഇദ്ദേഹം ഏതാ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ രൂപരേഖകളൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. ഇതെല്ലാം പാസ്റ്റർ കേട്ടിട്ട് പാസ്റ്ററിൻ്റെ പുറകിലിരുന്ന വൈഫിൻ്റെ പേര് വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇതൊക്കെ കേട്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് ചിരിച്ചു. കാരണം ആ ചർച്ചിലെ ഏക ഒരു റിബല്യസ് ക്യാരക്ടർ ഇദ്ദേഹമായിരുന്നു. പക്ഷേ ആ പാസ്റ്റർ എൻ്റെ അടുക്കൽ അടുത്തതായിട്ടൊരു കാര്യം പറഞ്ഞു, സാമേ അതിൻ്റെ പിമ്പിൽ ഒരു ചരിത്രം കാണും. ഇദ്ദേഹത്തിൻ്റെ ടീനേജിൽ വല്ലതും ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ചർച്ചിലിരുന്ന പാസ്റ്ററിൽ നിന്ന് ഇദ്ദേഹത്തിനൊരു വല്ലാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ വൂണ്ട് ഹീലായിട്ടില്ല. അത് കാരണം അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് ഭയങ്കര കാര്യമായിട്ട് സ്നേഹമായിട്ടൊക്കെ മിണ്ടുന്നുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർ എൻ്റെ അടുക്കൽ പറഞ്ഞു, പാസ്റ്ററെ നാളെ സാം ഇവിടുത്തെ ലോക്കൽ പാസ്റ്ററായിട്ട് വന്നു കഴിഞ്ഞാൽ സാമിനോടും ഇദ്ദേഹത്തിന് പകയുണ്ടാകും. ഞാൻ ഇവിടെ നിന്ന് ലോക്കൽ പാസ്റ്റർ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന് എന്നോട് ദേഷ്യം കാണത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കോപമുള്ളത് ഒരു വ്യക്തിയോടല്ല, ആ പൊസിഷനോടുള്ള കലിപ്പാണ്. ആ കലിപ്പ് എവിടെ നിന്നുണ്ടായതാ? ടീനേജിലുണ്ടായ ഏതോ ഒരു മുറിവിനകത്തു നിന്നുണ്ടായതാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മുറിവുകളെ നിങ്ങൾ ഉണക്കിയില്ല എങ്കിൽ നിങ്ങളൊരു ഡിപ്രഷൻ മോഡിലായിരിക്കും, നിങ്ങളൊരു ഇരവാദത്തിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടയുന്ന, നിങ്ങളുടെ സമാധാനത്തെ തടയുന്ന ഒരു കയ്പുള്ള വേരായിട്ട് അകത്തു കിടക്കും. നിങ്ങൾ കോപിക്കുന്നില്ലായിരിക്കും, നിങ്ങൾ ദേഷ്യപ്പെടുന്നില്ലായിരിക്കും, പക്ഷെ അകത്തെന്ത് കിടക്കുക? ഒരു കയ്പ് കിടക്കുകയാണ്. ജീസസ്. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ ഭയങ്കരമായിട്ട് കരയും. കരച്ചിലെന്ന് പറഞ്ഞാൽ കുട്ടുകുട്ടുകുട്ടുകുട്ടുകുട്ടുകുട്ടുകുട്ട മുഖം നനഞ്ഞൊഴുകും. പക്ഷേ ഈ കരയുന്നതൊന്നും ദൈവസ്നേഹത്തിൽ കരയുന്നതല്ല. അവരുടെ അകത്ത് കിടക്കുന്ന വൂൺസിനകത്ത് 1000 മനുഷ്യർ ചെയ്ത ദ്രോഹങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും ഈ കരച്ചിൽ അവർക്കൊരു അനുഗ്രഹത്തെ കൊണ്ടുവരത്തില്ല. ഒരിക്കലും ഈ കരച്ചിൽ, എൻ്റെ ഒരു പഠന സബ്ജക്റ്റാണ് ഏശാവിൻ്റെ കണ്ണുനീർ എന്ന് പറയുന്നത്. ഏശാവിൻ്റെ കണ്ണുനീർ ഒരിക്കലും ഇറ്റ്സ് നോട്ട് എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ. ചിലരൊക്കെ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഇരുന്ന് കരയും, പ്രാർത്ഥിക്കത്തില്ല, ദൈവമേ എന്ന് വിളിക്കത്തില്ല, കരയും, ഇരുന്ന് മോങ്ങുമെന്നാണ് ഞാനതിന് പറയാറുള്ളത്. ആമേൻ. കഴിഞ്ഞ നാളുകളിലെ ചില കയ്പ്, ചില സങ്കടം, ചില വ്യഥകൾ, ചില പോരുകളെ ഓർത്തോർത്തോർത്തു കരയും. യു മസ്റ്റ് ബി ഹീൽഡ്. ദൈവത്തിന് വേണ്ടി വഴി ഒരുക്കുന്നതിൻ്റെ ഒന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. ജീസസ്. മനസ്സിനകത്ത്, ആമേൻ. ഞാൻ എല്ലാവരുടെ അടുക്കൽ ക്ഷമ ചോദിക്കാൻ ഞാൻ പറയത്തില്ല.
നിങ്ങളല്ല അവരോട് ക്ഷമ ചോദിക്കേണ്ടത്, അവരാ നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടത്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ക്ഷമ ചോദിക്കുന്നതാണോ വലുത്, ക്ഷമിക്കുന്നതാണോ വലുത്? ക്ഷമിക്കുന്നതാ വലുത്. ജീസസ്. കഴിഞ്ഞ 2 മാസം മുമ്പ് എൻ്റെ അടുക്കൽ ഒരാൾ പറഞ്ഞു, അയ്യോ അദ്ദേഹം ഒരു പാവമാന്നേ, ഒരു ദിവസം എത്ര പ്രാവശ്യം ക്ഷമ ചോദിക്കുമെന്ന് അറിയത്തില്ലയോ എന്ന്. ഞാൻ ഈ പറഞ്ഞ ആളുടെ അടുക്ക തിരിച്ചു ചോദിച്ചു, യേശു എത്ര പ്രാവശ്യം ക്ഷമ ചോദിച്ചെന്ന് ചോദിച്ചു. യേശു എത്ര പ്രാവശ്യം ക്ഷമ ചോദിച്ചു? ആരോട് ക്ഷമ ചോദിച്ചു? യേശു ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്ഷമ ചോദിച്ചിട്ടില്ല. ക്ഷമ ചോദിക്കുന്നത് ഒരു നല്ല സ്വഭാവമാണ്. പക്ഷെ ക്ഷമ ചോദിക്കാൻ ഇടവരാതെ ജീവിക്കുന്നത് അതിനേക്കാൾ നല്ല സ്വഭാവമാണ്. ആമേൻ. ക്ഷമ ചോദിക്കുന്നതിനേക്കാൾ വലുതാണ് ക്ഷമിക്കുന്നത്. ഈ 2024 തീരുന്നതിന് മുമ്പേ, ആമേൻ, നിങ്ങൾ ചിലരോട് ക്ഷമിക്കണം. നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം. ആദ്യം നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ അവരെ വിളിച്ച്, എനിക്ക് നിങ്ങളോടൊരു വിഷമം ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ അങ്ങ് വിട്ടു, ഉപവാസ പ്രാർത്ഥനയിലെ പ്രസംഗം കേട്ടപ്പം മാനസാന്തരപ്പെട്ടു. ഇതിനേക്കാൾ വലിയ ആറ്റം ബോംബ് വേറെ ഇല്ല. നിങ്ങൾ ക്ഷമിച്ചെങ്കിൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. എന്നാ ഉണ്ടോ, ഒത്തിരി നാളായി വിളിച്ചിട്ട്, സുഖമായിട്ടിരിക്കുന്നോ? പിള്ളേരൊക്കെ എന്തിയേ, വിളിക്കുന്നുണ്ടോ? ഇതിനപ്പുറം പോകുന്നതൊക്കെ അതിനകത്ത്, തമിഴ്നാട്ടിൽ പറയും പഴത്തിനകത്ത് ഊസി വെച്ച് കൊടുക്കുമെന്ന് പറയും. ജീസസ്. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, പഴത്തിനകത്ത് സൂചി കയറ്റുന്ന ക്ഷമയോദിപ്പീരല്ല വേണ്ടത്, ആ ക്ഷമയുമല്ല വേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അവരോട് പരിപൂർണമായി ക്ഷമിച്ചു എങ്കിൽ, ആമേൻ, പരിപൂർണമായി ക്ഷമിച്ചു എങ്കിൽ, അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ പറയാം. യേശു പത്രോസിനോട് ക്ഷമിച്ചു എന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞോ? ഇല്ല. പകരം പത്രോസിനെ കണ്ടപ്പോൾ ഒരു കാര്യം ചോദിച്ചു, മക്കളെ കൂട്ടാൻ വല്ലതും ഉണ്ടോന്ന്? മക്കളെ കൂട്ടാൻ വല്ലതും ഉണ്ടോന്ന്? നിങ്ങൾക്ക് പിണക്കമുള്ള ഒരാളുടെ വീട്ടിൽ ചെന്ന്, കുഞ്ഞെ ഒരു ഗ്ലാസ് ചായ തരാമോ എന്ന് ചോദിച്ചാൽ അത് ക്ഷമിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഞാൻ വേണേ ചെന്ന് ക്ഷമയൊക്കെ ചോദിക്കാം, പക്ഷെ 5ന്റെ വെള്ളം ഞാൻ ഇവിടുന്ന് കുടിക്കത്തില്ല. പാസ്റ്റർ പറഞ്ഞതിന് ഞാൻ പോയി ക്ഷമ ചോദിക്കാം, പക്ഷെ എടി എന്തൊക്കെ എടുത്തോണ്ട് വെച്ചാലും പിള്ളേരെ കൊണ്ടുപോകണ്ട, ചിലപ്പോൾ അവന്മാർ അതിനകത്ത് നട്സ് വല്ലതും എടുത്ത് തിന്നാൻ അറിയത്തില്ല. വേണ്ടാന്നേ, നമുക്ക് 2 പേർ കൂടെ പോയി ക്ഷമ ചോദിച്ചിട്ടെങ്കിൽ പോരാ. ഏതായിരുന്നാലും അവൻ്റെ വെള്ളം കുടിക്കേണ്ട ഗതികേടൊന്നും നമുക്ക് വന്നിട്ടില്ല. That is the forgiveness of Jesus. യേശു പത്രോസിന്റെ അടുക്കൽ ചെന്ന് ക്ഷമിച്ചെന്നല്ല പറഞ്ഞത്, മക്കളെ കൂട്ടാൻ വല്ല ഉണ്ടോന്ന് ചോദിച്ചു. കർത്താവിന് ഇല്ലാഞ്ഞിട്ടാണോ? കർത്താവ് ഇവിടെ നിന്ന് KFC മൊത്തം മേടിച്ചോണ്ടാ ചെന്നേ. മൊത്തം മേടിച്ചോണ്ട് ചെന്നിട്ട് ചോദിച്ചു, മക്കളെ ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോന്ന്. This is the manner of forgiveness, Christian forgiveness. ഈ 2024 അവസാനം, can you do it? Jesus. ആമേൻ. പ്രാർത്ഥനയുടെ ഇടയിൽ നിങ്ങൾ വീട്ടിൽ പോകാനും പിന്നെ ഇരുന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനും ഒന്നും ഞാൻ പറയുന്നില്ല. ആമേൻ. ജസ്റ്റ് നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് ഇടാം, നിങ്ങൾക്കൊരു കോൾ ഇടാം, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പൂർണ്ണമായി പോകും. കഴിഞ്ഞ രാത്രി ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ഒരു വാക്ക് പറഞ്ഞു. ആമേൻ. ശത്രുവിനെ നീക്കിക്കളയുന്നതല്ല ഒരു മനുഷ്യനോട് ദൈവപ്രസാദമുള്ളതിൻ്റെ അടയാളം. ശത്രുവിനെ നീക്കിക്കളയുന്നതല്ല ഒരു മനുഷ്യനോടുള്ള ദൈവപ്രസാദത്തിൻ്റെ അടയാളം. പിന്നെ ഏതാ? ഒരുവന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദമാകുമ്പോൾ അവന്റെ ശത്രുവിനെയും അവനോടുകൂടി ഇണക്കും. ദൈവം എൻ്റെ കണ്ണുനീര് കണ്ടതാ, അതല്ല ദൈവപ്രസാദം. ദൈവപ്രസാദം അവന്റെ മണ്ടയ്ക്ക് വെള്ളടി വെട്ടുന്നതല്ല, അവനും ഞാൻ നിങ്ങളുടെ നാളെ ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ പിന്നെയും അവരെ കൂട്ടിയിരുത്തി അവരുമായിട്ട് പഴയതുപോലെ ഇടപഴകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വൈരാഗ്യത്തെ, ആ വെറുപ്പിനെ നീക്കിക്കളയുന്ന, ആമേൻ, കീപ്പ് എ ഡിസ്റ്റൻസ്. നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും വേണ്ടി സഹകരിക്കാൻ കൊള്ളാത്ത വ്യക്തികളുമായി ഒരു ഗ്യാപ്പ് സൂക്ഷിച്ചോ. പക്ഷേ ആ ഗ്യാപ്പ് സൂക്ഷിക്കുന്നതിന് മുമ്പേ മതിൽ പൊളിച്ച് കളഞ്ഞിട്ട് ഗ്യാപ്പ് സൂക്ഷിച്ചു. 10 അടി പൊക്കത്തി മതിൽ കെട്ടരുത്. മതിൽ പൊളിച്ച് കളഞ്ഞു, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകണമെന്നും വരണമെന്നും ഞാൻ പറയുന്നില്ല.
പക്ഷെ മതിൽ പൊളിച്ചു കളയണം. ഇന്ന് രാത്രി നിങ്ങൾ വഴി ഒരുക്കുമെങ്കിൽ ദൈവം ബലശാലിയായി തൻ്റെ സൈന്യത്തോടുകൂടെ ഇറങ്ങി വരും. ജീസസ്. ഒന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് സ്തോത്രം ഐക്യതയാണ്. രണ്ടാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് ഇടിഞ്ഞു കിടന്ന യാഗപീഠം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് തന്നെ കടന്നു വന്നട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. ആമേൻ. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഇന്ന് രാത്രി യാഗപീഠം നന്നാക്കണം. സ്തോത്രം. ഞാനതിനെ വേഗത്തിൽ പറഞ്ഞു പോകാം. യാഗപീഠം എന്ന് പറയുന്നത് 3 സംഗതികളാണ്. ഒന്ന്, ദൈവം ഒന്നാമത് യാഗപീഠം പണിയാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ആമേൻ. നീ യാഗപീഠം പണിയുന്ന സ്ഥലത്തൊക്കെയും ഞാൻ നിന്റെ അടുക്കൽ വരും. ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. യാഗപീഠം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. 2, യാഗപീഠം എന്ന് പറയുന്നത് ഒരുവൻ്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചാൽ അത് ഏറ്റുപറഞ്ഞ് അതിന് പ്രായശ്ചിത്ത യാഗം കഴിക്കുന്ന സ്ഥലമാണ് ഈ യാഗപീഠം. 3, ദൈവം ചെയ്ത നന്മകൾക്കുള്ള നന്ദി പറഞ്ഞ് ആരാധിക്കുന്ന സ്ഥലമാണ് ഈ യാഗപീഠം. ആമേൻ. ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, റീകൺസൈൽ വിത്ത് ഗോഡ്, വർഷിപ്പ് ഗോഡ്. ജീവിതത്തിൻ്റെ 3 അനുഭവങ്ങളാണ് ഈ യാഗപീഠം. ഇന്ന് രാത്രി ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്നും കയറുന്നില്ല. ഈ രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, യാഗപീഠങ്ങളെ നന്നാക്കണം. ആമേൻ. അതിൽ ഒന്നാമത്തെ യാഗപീഠം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും പേഴ്സണൽ പ്രെയർ ലൈഫാണ്. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം. എൻ്റെ സഹോദരങ്ങളെ, ഒരു 10 വർഷം മുമ്പൊക്കെ എന്തുമാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നല്ലേ? ആമേ. കുറേ നാളൊക്കെ മുമ്പ് എന്തുമാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നോ? രാത്രിയിലൊക്കെ എന്തോ പ്രാർത്ഥനയായിരുന്നോ? ആമേ. നിങ്ങളുടെ മുഴങ്കാലുകളിലെയും കാലിലേക്ക് തഴമ്പൊന്ന് നോക്കിയേ. ഇതെന്ന് പിടിച്ച തഴമ്പാ? ആമേ. ഇത് എത്ര കാലം മുമ്പുള്ള തഴമ്പാ? ഇന്ന് രാത്രി കാല ആമേൻ ഇടിഞ്ഞു പോയ പേഴ്സണൽ പ്രെയർ ലൈഫ് യാഗപീഠത്തെ പണിതെടുക്കണം. ആമേ. 2, സ്തോത്ര, യാഗപീഠം പണിതാലേ അകൃത്യങ്ങൾ, ബലഹീനതകളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. 3, യാഗപീഠം എന്ന് പറയുന്നത് ദൈവത്തോട് നന്ദി പറയുന്ന അനുഭവമാണ്. ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. ആ ആ ആ ആ ആ നിൽക്കട്ടെ. ഇതിനകത്ത് ഒരു വെളിപ്പാട് പറഞ്ഞ് ഐക്യത വേണം, യാഗപീഠം നന്നാക്കണം. മൂന്നാമത് ഏലിയാവ് ചെയ്ത കാര്യത്തെ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ് ഒരു പ്രൊഫറ്റിക്കൽ ആക്ടിനെ നിങ്ങളെ കാണിക്കാം. ഏലിയാവ് അതിനു മുമ്പും പിമ്പും അങ്ങനെ ഒരു യാഗപീഠം പണിയപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു യാഗം കഴിച്ചിട്ടുമില്ല. ഏലിയാവ് ഇവിടെ ചെയ്യുന്നത് ഒരു ഭയങ്കര പ്രൊഫറ്റിക്കൽ ആക്റ്റാണ്. യാക്കോബിൻ്റെ 12 പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലുകളെ അടുക്കി വെച്ചു. എന്നിട്ട് അതിനകത്ത് കാളയെ ഒരുക്കി വെച്ചു. എന്നിട്ട് 4 തൊട്ടി വെള്ളം 3 പ്രാവശ്യം വെച്ച് ഒഴിച്ചു. എത്ര തൊട്ടി വെള്ളം? 12 തൊട്ടി വെള്ളം. നിങ്ങളത് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് നിങ്ങളിത് കേട്ടിട്ടുള്ളതായിരിക്കും. 12 കല്ലുകളുടെ അകത്ത് 12 തൊട്ടി വെള്ളം ഒഴിച്ചു. യാഗപീഠത്തിൻ്റെ വെളിയിൽ 2 സെയ വിതയ്ക്കത്തക്കവണ്ണം ഒരു തോട് പണിതു. ഇനി വിത എവിടെ നടക്കുന്നത്? 12 ഗോത്രപിതാക്കന്മാരുടെ യാഗപീഠത്തിൻ്റെ വെളിയിലുള്ള തോട്ടിൽ. ജീസസ്. 12 കല്ലുകൾ ഇങ്ങനെ നിൽക്കുകയാ. 12 ഗോത്രപിതാക്കന്മാരിങ്ങനെ നിൽക്കുകയാ. ഞങ്ങളുടെ അകത്തെ യാഗം നടക്കത്തുള്ളൂ, ഞങ്ങളുടെ അകത്തെ വിറക് വെക്കത്തുള്ളൂ. 12 ഗോത്രപിതാക്കന്മാരിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഈ 12 ഗോത്രപിതാക്കന്മാരുടെ
ബോർഡറിനെ തകർത്തുകൊണ്ട്, ബാരിക്കേഡിനെ പൊളിച്ചുകൊണ്ട് 12 തൊട്ടി വെള്ളം ഈ കല്ലുകളുടെ ഇടയിൽ കൂടെ വെളിയിൽ ഒഴുകാൻ തുടങ്ങി. ഈ 12 തൊട്ടി ഇപ്പോൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 12 അപ്പോസ്തലന്മാർ. 12 തൊട്ടി വെള്ളം. ഈ 12 അപ്പോസ്തലന്മാരും എവിടെ നിന്ന് ഉത്ഭവിച്ചവരാ? യഹൂദ്യയിൽ നിന്ന് ഉത്ഭവിച്ചവരാ. ഈ യാഗപീഠത്തിൽ കാളയെ കണ്ണമാക്കി വെച്ച് അതിനകത്ത് 12 തൊട്ടി വെള്ളം ഒഴിച്ചു. യാഗപീഠത്തിൽ ഈ വെള്ളം ഒഴിക്കുമ്പം വെള്ളത്തിൻ്റെ നിറം എന്തുമായിരുന്നു? പച്ചവെള്ളത്തിൻ്റെ ട്രാൻസ്പെറൻറ്റ് നിറം, ക്രിസ്റ്റൽ ക്ലിയർ. പക്ഷേ യാഗപീഠത്തിൻ്റെ 12 കല്ലുകൾക്കിടയിൽ കൂടെ ഈ വെള്ളം ഒഴുകി വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ നിറം എന്തുവാ? ചോരയുടെ നിറം. ജീസസ് കണ്ടോ? യേശുവിൻ്റെ രക്തം യഹൂദൻ എന്ന 12 ഗോത്രപിതാക്കന്മാരുടെ കല്ലുകളിൽ കൂടെ ഒഴുകി 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 യാഗപീഠത്തിന് വെളിയിലുള്ള വെതസ്ഥലത്തെത്തി. യാഗപീഠത്തിന് ചുറ്റും ഒരു വെതസ്ഥലമുണ്ട്. അതാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്ന ആത്മീയ ദൈവസഭ. ഞാൻ ചോദിക്കട്ടെ, ഈ യാഗപീഠത്തിൽ ഒഴിച്ച 12 തൊട്ടി വെള്ളം കുറച്ച് തുള്ളികൾ വല്ലോ അവിടെ കാണും. അത് മുഴുവൻ ആ കാളയുടെ രക്തത്തെ മുഴുവനും അതിനകത്തുനിന്ന് എവിടെ കൊണ്ടുവന്നു? വെതസ്ഥലത്ത് കൊണ്ടുവന്നു. ഇപ്പൊ യാഗപീഠത്തിൽ എന്തോ ഇല്ല, രക്തം ഇല്ല. യാഗപീഠത്തിലെ രക്തം, യഹൂദന്റെ അകത്തു കിടക്കേണ്ടിയ യേശുവിൻ്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പ് മൊത്തം ഇപ്പൊ എവിടെ എത്തി? തിരുസഭയ്ക്കകത്ത് വിതയ്ക്കാൻ വേണ്ടി വെട്ടിയ തോടിനകത്തെത്തി. വെള്ളം ഒഴുകി, തോട് നിറഞ്ഞു. ജീസസ്. അടുത്തത്, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി, യാഗപീഠം ദഹിച്ചു. ആമേൻ. യെരൂശലേമിൽ പെന്തക്കോസ്ത് ദിനത്തിൽ തീ എവിടെ ഇറങ്ങിയത്? ആമേൻ. പെന്തക്കോസ്ത് ദിനത്തിൽ തീ എവിടെ ഇറങ്ങിയത്? യാഗപീഠത്തിനകത്ത്, യെരൂശലേം നഗരത്തിൽ. അവിടെ നിന്ന് തീ കല്ലുകൾക്കിടയിൽ കൂടെ എവിടെ വന്നു? തോട്ടിലെത്തി. തോട്ടിലെ വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞു. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഏലിയാവ് എന്നാ പ്രൊഫസി അവിടെ ചെയ്തെന്ന് കണ്ടോ? വാക്കിൽ മാത്രമല്ല ഏലിയാവ് പ്രവചിച്ചത്. ഏലിയാവ് 12 കല്ലെടുത്ത് അടുക്കി യാഗപീഠം ഒരുക്കി അതിനു മീതെ ഒരു കാളയെ ഒരുക്കി വെക്കുമ്പോൾ ഏലിയാവ് പറയുകയായിരുന്നു, 12 ഗോത്രപിതാക്കന്മാരെന്ന ഈ ഇസ്രായേലിയ സാമ്രാജ്യത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ രാജകുമാരൻ ഒരു കാളക്കുട്ടിയെ പോലെ ഇതിനകത്ത് മുറിവേറ്റ് ഇതിനകത്ത് കീറി മുറിച്ച് വയ്ക്കപ്പെടോ. ആ രക്തം അതിനകത്ത് തളം കെട്ടാതെ 12 അപ്പോസ്തലന്മാർ 4 സുവിശേഷങ്ങളുടെ മഹത്വത്തിൽ നിന്നുകൊണ്ട് 12 അപ്പോസ്തലന്മാർ എന്ന വെള്ളം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന്റെ നദി പോലെ അവൻ ഒഴുകി ഈ യഹൂദൻ എന്ന കല്ലുകൾക്കിടയിൽ കൂടെ ജാതികൾ എന്ന ഒരു വെള്ളനിലത്തിലേക്ക് പോകും. അവിടെ ഇവൻ കത്തും. അവൻ പ്രവചിക്കുകയായിരുന്നു. ഏലിയാവ് പ്രവചിക്കുകയായിരുന്നു. ആമേൻ. ഏലിയാവ് 1 ജനത്തെ കൂട്ടി, 2 യാഗപീഠം നന്നാക്കി, 3 ഏലിയാവ് ചെയ്ത എല്ലാ കാര്യങ്ങളും എങ്ങടെ ഞാൻ ഒറ്റ വാക്കി പറയും. ഏലിയാവ് എന്ത് ചെയ്യുകയായിരുന്നു? ഏലിയാവ് പ്രവചിക്കുകയായിരുന്നു. 12 കല്ലെടുത്ത് വെച്ച് ആമേൻ കാളയെ ഒരുക്കി കിടത്തി 12 തൊട്ടി വെള്ളം എടുത്തൊഴിക്കുമ്പോൾ ഏലിയാവ് പ്രവചിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഏലിയാവ് പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്റെ അകത്തു കിടക്കുന്ന കൃപാവരത്തെ, നിന്റെ അകത്തു കിടക്കുന്ന അഭിഷേകത്തെ, നിന്റെ അകത്തു കിടക്കുന്ന പ്രവചനത്തെ പുസ്തകങ്ങളെ മടക്കിയാട്ട് ഇന്ന് രാത്രി അതരം തുറന്ന് പറഞ്ഞാട്ട് ഉണങ്ങിപ്പോയ മങ്ങിപ്പോയ കൃപാവരങ്ങൾ ജ്വലിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി ഒരുത്തൻ ഒരുങ്ങുക എന്ന് പറയുന്നത് അവൻ കൃപാവരങ്ങളെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഐക്യത വന്നു, ശരിയാ. യാഗപീഠം നന്നാക്കി, ആരാധന നന്നായി, ശരിയാ.
അതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. എൻ്റെ അകത്തു കിടക്കുന്ന കൃപാവരം ജ്വലിപ്പിക്കണം. ഹേ പ്രവാചകിയെ, ഹേ പ്രവാചക, ദൈവം നിന്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്ത വരം എവിടെ? ദൈവം നിന്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്ത അഭിഷേകം എവിടെ? ഇന്ന് രാത്രി ദൈവം നിന്നെ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നു. നിന്റെ മേൽ വീണ കൃപാവരം എവിടെ? നിന്റെ മേൽ വീണ അഭിഷേകം എവിടെ? പുസ്തകങ്ങളെ മടക്കി ഇരിപ്പിടത്തിൽ വെച്ച് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നെ. നീ പ്രവചിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങും. ഏലിയാവ് പ്രവാചകനാ. അവൻ കർമ്മേലിന്റെ കൊടുമുടിയിൽ കയറി പ്രവചിച്ചു. അദ്ദേഹം പ്രവചിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. നീ കരയുമ്പോഴല്ല തീയിറങ്ങുന്നേ, നീ മടുക്കുമ്പോഴല്ല തീയിറങ്ങുന്നേ, നീ പിറുപിറുക്കുമ്പോഴല്ല തീയിറങ്ങുന്നേ. നിന്റെ കൃപാവരം കത്തിക്കുമ്പോ, നീ പ്രവചിക്കുമ്പോ അവിടെ തീ ഇറങ്ങുന്നത്. അന്യഭാഷകളിൽ ഒരു മിനിറ്റ് സംസാരിച്ച് എന്നെ കൃപകളാൽ നിറയ്ക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ വരങ്ങളാൽ നിറയ്ക്കണം. അതരം തുറന്ന് ശബ്ദമായി അന്യഭാഷകളിൽ, അതരം തുറന്ന് ശബ്ദമായി അന്യഭാഷകളിൽ ശക്തമായി ശക്തമായി ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ഓളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദികളോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നീണ്ടല്ലാതെ കടപ്പാൻ വയ്യാതെ കടപ്പാൻ വയ്യാതെ പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ 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 പെയ്യിച്ച പരമപിതാവേ
ദൈവത്തിന് വേണ്ടിയുള്ള വഴി ഒരുക്കുവാൻ, ദൈവത്തിന് വേണ്ടിയുള്ള ഹൈവേ ഒരുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ബലപ്പെടുത്ത ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാസ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നു. നാളെ 14-ാം ദിവസം പകൽ സമയം പ്രിയ ആഷിൻ ബ്രദറും അച്ചു സിസ്റ്ററുടെ ഭവനത്തിൽ ബർക്കയില ഭവനത്തിൽ നടക്കുന്നു. നമ്മൾ ലൊക്കേഷൻ മാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. വെരി ഈസി. ബർക്കയിലെ ഫ്ലൈഓവർ മുംബൈയിലുള്ള റൈറ്റ് നിങ്ങളെടുത്ത് സ്വതന്ത്രം ഗോൾഡൻ ബിൽഡിംഗ് അല്ലെങ്കിൽ പിസ്സ ഹട്ടുള്ള ബിൽഡിങ്ങിലായിരിക്കുന്നു. നാളെ വൈകുന്നേരം ഗോപുരയിലെ പ്രിയ സജി ബ്രദറുടെ ഭവനത്തിൽ മീറ്റിംഗ് നടക്കുന്നു. നമ്മുടെ നടുവിലായിരിക്കുന്ന പുതിയതായിട്ട് വന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പുതിയൊരു കുടുംബത്തെ ഞാൻ കണ്ടു. ദൈവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ബഹ്റൈനിൽ വന്ന പ്രിയ റിജോ ബ്രദർ ഫാമിലി ദൈവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മീറ്റിംഗ് അവിടുത്തെ മീറ്റിംഗ്സ് ലീഡ് ചെയ്യുന്ന പ്രിയ റിജോ ബ്രദർ, അതുകൊണ്ട് പ്രത്യേകം ദൈവമക്കൾ ഒരു നിമിഷം പ്രിയ റിജോ ബ്രദർ വേണ്ടി പ്രാർത്ഥിച്ചേ. ദൈവമക്കളെല്ലാം ചേർന്ന് എനിക്കൊരു നിയോഗം ലഭിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിച്ച പ്രിയ റിജോ ബ്രദറെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ രാമ ശാന്താരാമ സിഖാരമൗര വേമാ കരാലമൗ ശാന്തരമസിരമന ചേർന്ന് പ്രാർത്ഥിച്ചേ. In the mighty name of Jesus, hallelujah. ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ശക്തിയാ ദൈവം നിറച്ച ഇന്നാണ് നമ്മൾ കേട്ടതുപോലെ തീയാൽ ഹല്ലേലൂയ ഊരമ ശാന്തരമ സിഖാരമൗരമനദിന അവിടുത്തെ സഭയെ ലീഡ് ചെയ്യുവാൻ ഹല്ലേലൂയ റികന്ദരാരമ സിഖാരമരമര കോശി പാസ്റ്റർ ഒരു കൈത്താങ്ങലായി ഹല്ലേലൂയ ദൈവം നിർത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ സഹോദരനെ അനുഗ്രഹിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തി. യെസ് യെസ് ഹല്ലേലൂയ ഉരബ ശാന്തര അന്യഭാഷ വരെ ലഭിച്ച പ്രിയപ്പെട്ടവർ അന്യഭാഷകൾ തന്നെ ഹല്ലേലൂയ പ്രിയദാസനെ വഹിച്ച് പ്രാർത്ഥിക്കുക. പുത്രൻ ബലത്തോടെ കടന്നു പോകട്ടെ. Oh we thank you Lord. Oh we thank you Lord. Hallelujah. അതുപോലെ തന്നെ പ്രിയ ബൈജു ബ്രദറിന്റെ സഹോദരി ദേശത്തിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ നടുവിലുണ്ട്. അങ്ങനെ പുതിയതായിട്ട് ഞാൻ പേരുകൾ പറയാൻ എല്ലാവരും പേര് പറയാൻ സാധിക്കുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കാം. പ്രിയ റിജോ ബ്രദർ ഈ സമയത്ത് ചുരുക്കമായി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന കർത്താവേ, നിന്റെ ജനത്തെ കർത്താവേ അവിടുന്ന് കർത്താവേ ഈ രാത്രികാലം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കേട്ട കർത്താവേ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുവാൻ ഹല്ലേലൂയ ഒരു വലിയ കർത്താവേ ഹൈവേ ഒരുക്കുവാൻ കർത്താവേ ഹല്ലേലൂയ പുതിയ തീരുമാനത്തോടെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഇതാ സന്നിധിയിലേക്കായിരിക്കുന്നു കർത്താവേ. ഒരു പുത്തൻ തീരുമാനത്തോടെ കർത്താവേ ഞങ്ങൾ ഈ രാത്രികാലം മടങ്ങുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വലുതും വിശാലവുമായ വഴികൾ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഭയെ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. സഭയെ കർത്താവേ പിന്നെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സൃഷ്ടിച്ച കർത്താവേ ദൈവദാസനായ സ്തോത്രം കർത്താവേ. പിന്നെയും കർത്താവേ വരും ദിവസങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ജനത്തെ എല്ലാം തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഈ രാത്രികാലം കർത്താവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടുത്തെ ശുശ്രൂഷിക്കുന്ന ദേവദാസനെ കുടുംബമായി കർത്താവേ അവിടുന്ന് പിന്നെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ കർത്താവേ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്തവ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം ആമേൻ ആശീർവാദവും സാന്നിധ്യം നമ്മളോട് കൂടെ പ്രത്യേകിച്ച് ദൂരത്തുനിന്ന് പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിലായിരിക്കും ദൈവദാസന് കൂടെ കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം.
Hallelujah. God bless all of you. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, രാജാധിരാജനെ കർത്താധികർത്തനെ മാത്രമർത്യത ഉള്ളവനെ, വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു.